السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഓം അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യുമ അമൃതംഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ മട്ടന്നൂരിനെ കേന്ദ്രീകരിച്ചുള്ള ഒരു യൂണിറ്റിൻ്റെ ഒരു ശാഖയുടെ വിശുദ്ധ ഖുർആൻ പ്രചാരണ സമ്മേളനത്തിലാണ് മട്ടന്നൂർ ബസ് സ്റ്റാൻഡും പരിസരത്തുള്ള കടകളിലുള്ളവരും ഇവിടെ വന്നിരിക്കുന്നവരുമായിട്ടുള്ള സഹോദരി സഹോദരന്മാർ സാക്ഷ്യം വഹിക്കുന്നത്. ഈ ശബ്ദം കേൾക്കുന്ന നല്ലവരായ പ്രദേശവാസികളെ, ഇതര മത ആദർശ വിശ്വാസികളായിട്ടുള്ള സഹോദരങ്ങളെ, വളരെ ശ്രദ്ധേയമായ ഒരു സഹകരണത്തിൽ ഒരു ഗ്രന്ഥത്തെ സംബന്ധിച്ചുള്ള ചർച്ചയാണ്. ഒരുപാട് ഗ്രന്ഥങ്ങൾ ലോകത്ത് രചിക്കപ്പെട്ടിട്ടുണ്ട്. പ്രാചീനവും അർവാചീനവുമായ അനേക ഗ്രന്ഥങ്ങൾ ലോകത്തുണ്ടായിട്ടുണ്ട്. ഞാൻ ഇന്ത്യ രാജ്യത്തേക്ക് വേഗത്തിൽ വന്നാൽ ഋഗ്വേദം, സാമവേദം, യജുർവേദം, അഥർവവേദം, ചതുർവേദങ്ങൾ, വളരെയേറെ ശ്രദ്ധേയമായ 108 പ്രസിദ്ധമായ ഉപനിഷത്തുകൾ, ദശോപനിഷത്ത്, ഈശ വാസോപനിഷത്ത്, കഠോപനിഷത്ത്, മുണ്ടകോപനിഷത്ത്, ശേതരോപനിഷത്ത്, തൈത്തിരീയോപനിഷത്ത്, അങ്ങനെ അനേകം, മഹാഭാരതവും രാമായണവും, അതുപോലെ തെൽമൂദ്, സെന്നവസ്ത്, ഓൾഡ് ടെസ്റ്റ്മെന്റ്, ന്യൂ ടെസ്റ്റ്മെന്റ്, പഴയ നിയമം, പുതിയ നിയമം. അപ്പൊ സ്വാഭാവികമായും ഒരു ഒടുവിലത്തെ നിയമം, മാനവരാശി എക്കാലത്തിന്റെ പുരോഗതികളെ മറികടന്നാലും അക്കാലത്തൊക്കെ മനുഷ്യൻ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരാശയം അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ? ജീവിതത്തിന്റെ എല്ലാ തലങ്ങളെയും സ്പർശിക്കുന്ന ഒരു ഗ്രന്ഥം മനുഷ്യന്റെ മുമ്പിലുണ്ടോ? ഇന്ത്യയിലെ വളരെ പ്രഗത്ഭമായ ഗ്രന്ഥങ്ങൾ നെഹ്റു രചിച്ചിട്ടുള്ളത്, അതുപോലെ കെ രാധാകൃഷ്ണന്റെ ഇന്ത്യൻ ഫിലോസഫി, മഹാത്മാഗാന്ധിയുടെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ, എം എൻ റോയിയുടെ ചരിത്രപരമായ ചിന്തകൾ, ഗാർഡൻ സൈഡിന്റെ വാട്ട് ഹാപ്പൻഡ് ഇൻ ഹിസ്റ്ററി, ലോകത്തെ എഴുതിയിട്ടുള്ള റഷ്യയിലെ മഹാചിന്തകനും കവിയും
പ്രഭാഷകനും എഴുത്തുകാരനുമൊക്കെ ലിയോ ടോൾസ്റ്റോയ്, ദാസ് ക്യാപിറ്റലും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതിയിട്ടുള്ള കാർൽ മാർക്സും ഹെഗലും, അനേക ഗ്രന്ഥങ്ങൾ, EMS നമ്പൂതിരിപ്പാട് കേരളത്തിൽ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ, പട്ടംതാന പിള്ളയുടെ, വള്ളത്തോൾ നാരായണ മേനോന്റെ, എഴുത്തച്ഛന്റെ ഭൂമിക്കൊരു ചരമഗീതം എഴുതിയ ONV കുറുപ്പിന്റെ ആ പുഷ്പമേ അധിക തുങ്കപദത്തിൽ നീ എത്ര ശോഭിച്ചിരുന്നു രാജ്ഞി കണക്കയെ എന്ന കുമാരനാശാന്റെ വീണപൂവ്, വൃക്ഷം എന്ന് പറയുന്ന അതിമനോഹരമായ കവിത, അന്നൊരു ശരത്കാല പൗർണമി ഒരുക്കിയ ചന്ദനപ്പുഴ നീന്തി കടന്നു നടന്നൊരാൾ എന്ന വരികൾ ഉൾക്കൊള്ളുന്ന കവിതാ സമാരം, കമലാദാസ്, സുറയ്യ, മാധവിക്കുട്ടി എഴുതിയ രചനകൾ, സമ്പൂർണമായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ രചനകൾ, പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ ചെറിയ ചിന്തകൾ, മാധവന്റെ തിരിച്ച്, എണ്ണിയാലൊടുങ്ങാത്ത ആയിരം എഴുത്തുകളുടെ സമാഹാരമുള്ള ഗ്രന്ഥങ്ങൾ, വോള്യം കണക്കിനുള്ള ഗ്രന്ഥങ്ങൾ, സ്വാമി വിവേകാനന്ദന്റെ വിവേകാനന്ദ സാഹിത്യ സർവസ്വം 8 വോള്യം, ഇതെല്ലാം നമ്മുടെ നാട്ടിലുണ്ടെങ്കിലും ഇന്ന് വായനയില്ല. എവിടെ വായന മരിക്കുന്നുവോ അവിടെ സംസ്കാരം മരിച്ചു പോകും. എവിടെ വായന പൂത്തുല്ലസിക്കുന്നുവോ, എവിടെ വായന ആർത്തഗർഭമാകുന്നുവോ, സമ്പന്നമായ ഒരു തലമുറയെ അതുകൊണ്ട് സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കും. ആധുനിക മക്കൾ ഒരു കുഞ്ഞു പുസ്തകം പോലും വായിക്കുന്നില്ല എന്ന വലിയ യാഥാർത്ഥ്യം സ്കൂളിലെ സിലബസിലെ പാഠ്യപദ്ധതിയിലെ പുസ്തകങ്ങൾ നിർബന്ധിത സാഹചര്യത്തിൽ അവർ വായിക്കുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. ഇത് പറഞ്ഞത് കുഞ്ഞുണ്ണി മാഷാണ്. ഞാൻ ഒരുപാട് വേദങ്ങൾ വായിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ്. മാക്സ് മുള്ളർ ഇന്ത്യ കണ്ടിട്ട് പോലുമില്ല. പക്ഷെ ഭാരതീയ ദർശനങ്ങളുടെ അകക്കാമ്പിലേക്ക് ഊണിട്ടിറങ്ങിയ ഒരു വലിയ മനുഷ്യനായിരുന്നു മാക്സ് മുള്ളർ. ഭാരതീയ ദർശനങ്ങൾ പേർഷ്യൻ ഭാഷകളിലേക്ക് ഭാഷാന്തരം ചെയ്യപ്പെട്ടിട്ടുണ്ട്. വേദഗ്രന്ഥങ്ങൾ, രചനകൾ ഗ്രന്ഥരചനകൾ ഇതെല്ലാം ഇവിടെ നിലനിൽക്കുന്നു. അവിടെയാണ് ഞാൻ കണ്ടിട്ടില്ല. അത് എനിക്ക് പറയാൻ പറ്റുമോ? അതിനപ്പുറത്തില്ല എന്നതിനർത്ഥമില്ല. ഞാൻ കണ്ടിട്ടില്ല. നേരത്തെ വെച്ച പുള്ളിക്ക് തന്നെ കേട്ടോ, ഞാൻ കണ്ടിട്ടില്ല. വായിക്കുക എന്ന് പറഞ്ഞൊരു ഗ്രന്ഥം തുടങ്ങുക. എന്റെ സംസാരം ആരെങ്കിലും എവിടെ വെച്ച് കേൾക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക, വായിക്കുക എന്ന് പറഞ്ഞുകൊണ്ടൊരു ഗ്രന്ഥം തുടങ്ങുക. നമസ്കരിക്കുന്നല്ല, നൊയമ്പ് നിൽക്കുന്നല്ല, ദാനധർമ്മം ചെയ്യുന്നല്ല, ഉടയാട അണിയുന്നല്ല, നിക്കാബ് ധരിക്കുന്നല്ല, ശുഭ്രവസ്ത്രം ധരിക്കുന്നല്ല, തലപ്പാവ് ധരിക്കുന്നല്ല, ദാമ്പത്യം ഭംഗിയായി കൊണ്ടു നടക്കുന്നൊന്നുമല്ല. വായിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടൊരു ദൈവിക ഗ്രന്ഥം ഇറാ ഗുഹയിൽ നിന്ന് ആരംഭിച്ചു എന്നത് ചർച്ച ചെയ്യപ്പെടേണ്ടതില്ലേ? പഠിക്കേണ്ടതില്ലേ? ഞാൻ ചോദിക്കണം, വായിക്കേണ്ടതില്ലേ? ഇത് ലൈവായി പോകുന്നില്ലെന്ന് എനിക്കറിയാം. പരിമിതമായ ആളുകളെ ഇത് കേൾക്കുന്നുള്ളൂ. നാളെ ഇത് റെക്കോർഡ് ചെയ്ത് ഒരുപക്ഷെ ജനങ്ങൾ കേട്ടേക്കാം. പക്ഷേ ഈ ചോദ്യം വളരെ ഗൗരവമാണ്. വായിക്കുക എന്ന് പറഞ്ഞുകൊണ്ടൊരു ഗ്രന്ഥം ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ ആ ഗ്രന്ഥം ഒന്ന് എനിക്ക് കൊണ്ടുതരൂ. ദൈവിക ഗ്രന്ഥമായ ഖുർആനല്ലാതെ വായിക്കുക എന്ന് പറഞ്ഞൊരു ഗ്രന്ഥം വേറെ ഏതെങ്കിലും ഒരു ഗ്രന്ഥം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? ദൈവികമായ ഋഗ്വേദത്തിന്റെ തുടക്കം വായിക്കുക എന്നാണോ? ശ്രുമേ പരം വജ. അർജുന, ഞാൻ പറയുന്നത് കേൾക്കണം. മഹാഭാരത യുദ്ധം ഭീഷ്മപർവം മുതൽ ആരംഭിക്കുന്ന 18 അധ്യായമുള്ള ഭഗവത്ഗീതയുടെ തുടക്കം വത്സ
സൗമിത്രേ കുമാര, നീ കേൾക്കണം. മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ. ശ്രീരാമൻ പറയാണ് ലക്ഷ്മണനോട്. ഇതല്ലേ നമ്മൾ കേട്ടിട്ടുണ്ട്. ഷമ്മ ഇസ്രായേല, ഇസ്രായേൽ സമൂഹമേ കേൾക്കുക. ഇതെല്ലാം വേദങ്ങളുടെ തുടക്കമാണ്. എന്നാൽ മനുഷ്യരാശിയെ മുഴുവനും അഭിസംബോധന ചെയ്തുകൊണ്ട് പാശ്ചാത്യരെ, പൗരസ്ത്യരെ, കറുത്തവരെ, വെളുത്തവരെ, ബ്രാഹ്മണരെ, ക്ഷത്രിയരെ, ശൂദ്രരെ, വൈശ്യരെ, 60 ജാതി വിഭാഗമേ എന്നൊന്നും ഖുർആൻ വിളിച്ചില്ല. അന്നാസ്, അല്ലയോ മനുഷ്യരെ വായിക്കുക എന്ന് പറഞ്ഞാൽ ഖുർആൻ തുടങ്ങിയത്. കഅബാലയത്ത് പോകുക എന്ന് പറഞ്ഞിട്ടല്ല, നമസ്കരിക്കുക എന്ന് പറഞ്ഞിട്ടല്ല, പള്ളി ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടല്ല, തട്ടിടുക എന്ന് പറഞ്ഞിട്ടല്ല. വായിക്കുക. അറിവില്ലെങ്കിൽ വലിയ പ്രശ്ന, അറിവില്ല എങ്കിൽ വലിയ പ്രശ്നമാണ്. ലളിതമായ ഒരു ഉദാഹരണം പറയാം. മനുസ്മൃതിയുടെ 5-ാം അധ്യായം. മനുസ്മൃതി, ഭാരതം കൊതിക്കുന്ന മനുസ്മൃതി, സംഘപരിവാരങ്ങൾ നമ്മുടെ മുമ്പിൽ വെച്ചിരുന്ന മനുസ്മൃതി. അതിന്റെ 5-ാം അധ്യായത്തിൽ മൂത്രമൊഴിച്ചാൽ കഴുകണമെന്നുണ്ട്, മണ്ണുപയോഗിച്ച് കഴുകണമെന്ന് ഭാരതീയനോട് പറഞ്ഞാണ് മനുസ്മൃതി. ടോയ്ലറ്റ് പോയ 10 തവണ കഴുകണം മണ്ണിട്ടിട്ട് എന്ന, ആ കൈ 10 തവണ കഴുകണം. നമ്മൾ സാധാരണ ടോയ്ലറ്റ് വൃത്തിയാക്കാന്ന് മാത്രമേ ഉള്ളൂ. കൈ വൃത്തിയാക്കിയ മൂത്രമൊഴിക്കപ്പെട്ട അവയവം കഴുകുക എന്ന് ഭാരതത്തിൽ ഇപ്പൊ പറയാറില്ല. അത് വേദത്തിൽ ഇല്ലായിട്ടല്ല, വേദ ആവശ്യമല്ല ഹൈന്ദവന്. വേദത്തെ ഏറ്റവും പുറകോട്ട് വലിച്ചെറിഞ്ഞ ഒരു ജനപദം ഇന്ത്യയിലെ ഹൈന്ദവരാണ്. ക്ഷമിക്കണം, സത്യം പറഞ്ഞേ ശീലിച്ചിട്ടുള്ളൂ, അതേ പറയൂ, അതാ നിർബന്ധവും. സത്യമേവ ജയതേ യഥോ ധർമ്മസ്തോ ജയ. എവിടെ ധർമ്മമുണ്ടോ അവിടെ വിജയിക്കട്ടെ. വേദത്തിൽ പലതുണ്ട്. തലമറക്കാത്ത പെണ്ണിന്റെ തല മുണ്ടനം ചെയ്യണം എന്നാണ് ബൈബിളില്. തലമറക്കാത്ത പെണ്ണിന്റെ തലയിലെ മുടി മൊട്ടയടിച്ച് കളയണം. മൊട്ടയടിച്ചിട്ട് തലമറക്കാനല്ല, തല മറച്ചിട്ടില്ലെങ്കിൽ മൊട്ടയടിക്കാൻ. അത് വായിക്കാത്ത കന്യാസ്ത്രീ. നമ്മുടെ ഏറ്റവും വലിയ ദുരന്തം എന്താ അറിയോ? അറിവില്ലായ്മ, വിവരമില്ല. വിവരമുണ്ട് എന്നുള്ള ധാരണ. ഏറ്റവും വലിയ ഉദാഹരണമാണ് പണിക്കര്. സോഷ്യൽ മീഡിയയില് അറമാദിക്കുന്ന പണിക്കര്. വിവരമില്ലായ്മ അലങ്കാരാക്കുകയും കൂടി ചെയ്യാം. അപ്പോ അങ്ങനെയുള്ള ആളുകളുണ്ട്. വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാനെന്ന് നടിക്കുന്നു ചിലർ. ഭക്തകവി പൂന്താനത്തിന്റെ വരികളാണ്, എന്റെ വരിയല്ല. ഭക്തകവി പൂന്താനം ISISന്റെ ഡയറക്ടർ അല്ല, കേരളത്തിലെ അറിയപ്പെട്ടൊരു കവിയാണ്. ഇത് വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാനെന്ന് നടിക്കുന്നു ചിലർ. മഹാത്മാഗാന്ധി പറയുന്നുണ്ട്, എനിക്ക് A+ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ വലിയ വലിയ മാർക്കൊന്നും ഉണ്ടായിരുന്നില്ല. I was not regarded as a bright boy at the high school, but I always enjoyed the affection of my teacher. Certificate of progress in character used to be sent to the parents every year. I never had a bad certificate. മഹാത്മാഗാന്ധി പറഞ്ഞു, മാർക്കൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഞാൻ നല്ല മനുഷ്യനായിരുന്നു. ഇന്ന് നമുക്കെന്തറിയാം, എത്ര വലിയ ചീത്ത മനുഷ്യനാണെങ്കിലും റാങ്ക് ഉണ്ടായാൽ മതി. എന്ത് വിവരക്കേടും ചാനലിൽ വന്ന് പറയാം. പിന്നെ ചാനലിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ആരറിയോ? വിവരമില്ലാത്തവരാണ്. ചാനലുകാർക്കും ആവശ്യം വിവരമില്ലാത്തവനാണ്. വിവരമുള്ള ഒരാളെ പോലും ക്ഷണിക്കാറില്ല. അത് കഷ്ടം. വിവരക്കേട് പറയണം, അത് കേൾക്കണം, അതിൽ ചിരിച്ച് കളിച്ചിരുന്ന ഒരു ജീവിതം. അത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ജൈനനായാലും കമ്മ്യൂണിസ്റ്റുകാരനായാലും എല്ലാവരുടെ അവസ്ഥ ഇപ്പം അതാണ്. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ദുഃഖം തോന്നും. സ്വയം ഇരുന്ന് ഇവിടെ ഓട്ടോ ഡ്രൈവർമാരുണ്ട്, ടാക്സി ഡ്രൈവർമാരുണ്ട്, ബസ് ഡ്രൈവർമാരുണ്ട്. ഒരു പുസ്തകം വായിച്ച ഓർമ്മ ജീവിതത്തിലുണ്ടോ? സ്കൂളത്തെ പുസ്തകത്തെ കുറിച്ച് എല്ലാം ചോദിക്കണേ. അവിടുത്തെ ജിയോഗ്രഫി വായിച്ചോന്നല്ല, ഞാനും നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. A² AB+B² മാത്തമാറ്റിക്സിന്റെ ബേസിക് തിയറി പഠിച്ചോന്നല്ല. H2O 2 ഹൈഡ്രജൻ ഓക്സിജനും കൂടി ചേർന്ന വെള്ളം ഉണ്ടാവും, അതിനെ കുറിച്ചല്ല. ഓസോൺ ലെയറിന് വിള്ളലേൽക്കുന്നു എന്ന CFCയുടെ ചരിത്രമല്ല. ആമസോൺ കാടുകൾക്ക് പ്രശ്നമുണ്ട് എന്ന് പറയാനല്ല. ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണം ആക്കെ നമ്മളൊക്കെ വായിച്ചിട്ടുണ്ട്. ആഗോള താപനം, ഗ്ലോബൽ വാർമിംഗ്, അതൊന്നുമല്ല. മനുഷ്യനാകാൻ പഠിച്ചിട്ടുണ്ടോ? മനുഷ്യനാകുക എന്നത് വലിയൊരു ഘടകമാണ്. മനുഷ്യത്വമുള്ളവനാവുക എന്നതും വലിയൊരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ അത് കേൾക്കുമ്പോൾ ഒരു ജാതി ബേജാറൊന്നും വേണ്ട. ഖുർആൻ എന്താണെന്നറിയാം. അത് ഞാൻ മുസ്ലിങ്ങളോട് പറയണെന്നറിയോ? ഖുർആൻ എന്താണെന്നറിയണമെങ്കിൽ ഖുർആൻ ഉള്ളത് ആരെ കയ്യിലാ?
പോയിന്റാണ്, ശരിക്കും നോട്ട് ചെയ്തോ. ഈ ഭാഗം മാത്രം നാളെ ക്ലിപ്പ് ഉണ്ടെങ്കിൽ ഇറക്കിക്കോ, കട്ട് ചെയ്തിട്ടല്ല, പൂർണ്ണമായി. വിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന മുസ്ലിമിന്റെ എണ്ണം കുറഞ്ഞു. അതുകൊണ്ട് തന്നെ ഖുർആൻ പഠിക്കേണ്ട അവസ്ഥ ബാക്കിയുള്ളവർക്ക് ഉണ്ടായില്ല. മൗലാന മുഹമ്മദ് അലി ജോഹർ ഖുർആനെ കംപ്ലീറ്റ് മനപ്പാടാക്കി, അതനുസരിച്ച് ജീവിച്ചു. ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടുന്നതിൽ പോലും ഖുർആന്റെ ന്യായം ഗാന്ധിജിക്ക് പഠിപ്പിച്ചു കൊടുത്തു, നെഹ്റുവിന് പഠിപ്പിച്ചു കൊടുത്തു. ജാമിയ മില്ലയിലെ പ്രിൻസിപ്പളായി, ഖുർആനിന്റെ പ്രതിരൂപമായി. അപ്പൊ അദ്ദേഹം പറയുന്നത് കേൾക്കാൻ ആളുണ്ടായി. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണം. പക്ഷെ നമ്മൾ പഠിച്ചു, പലപ്പോഴും പഠിപ്പിച്ചില്ല. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ഖുർആൻ പഠിക്കുക, അത് പഠിപ്പിക്കുക. അപ്പൊ ആളുകൾ ചോദിക്കും, എന്താ ഖുർആൻ 1400 വർഷം മുമ്പുള്ള അല്ലേ? ഞാനും വെല്ലുവിളിക്കുന്നൊന്നുമില്ല. ഇതേ മട്ടന്നൂർ ഇവിടെ വെച്ച് മൈത്രേയൻ, അതുപോലെ മൈത്രേയൻ പറയുന്നുണ്ട് ഖുർആനില്. മൈത്രേയൻ എന്ന് പറഞ്ഞാൽ ഒരു സന്യാസിയായിരുന്നു കേട്ടോ, അതുകൂടെ അറിയണം. ആർക്കും അറിയില്ല അത്, എണ്ണപ്പെട്ടവർക്കല്ലാതെ. ഗുരു നിത്യചൈതന്യ യതിയുടെ ആശ്രമത്തിലെ 5 പ്രഗത്ഭ സന്യാസിമാരിൽ ഇരുത്തം സന്യാസിയായിരുന്നു മൈത്രേയൻ. മൈത്രേയനെ എതിർക്കുന്ന നമ്മുടെ കുട്ടികൾക്ക് പോലും പലപ്പോഴും ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മോനെ ആരാ മൈത്രേയൻ എന്ന് പഠിച്ചാൽ കുറെ കൂടെ ബെറ്റർ ആവും. മൈത്രേയൻ ആരാ? മൈത്രേയൻ സന്യാസിയായിരുന്നു. ഇന്ന് മൈത്രേയൻ ആരാ? സന്യാസം വിട്ടപ്പോ തോന്നിയാസിയായി. സന്യാസി തോന്നിയാസിയായതിന്റെ ഏറ്റവും പ്രകടമായ ചരിത്രമാണ് മൈത്രേയന്റെ ചരിത്രം. മൈത്രേയൻ ചോദിക്കുന്നുണ്ട് ഒരു സദസ്സിലെ, മനുഷ്യർക്ക് ഉപകാരമുള്ള എന്തെങ്കിലും ഒന്ന് ഖുർആനിലുണ്ടോ? എന്റെ തിരിച്ചുള്ള ചോദ്യം, മനുഷ്യർക്ക് ഉപകാരമില്ലാത്ത ഒരു പദം മൈത്രേയനെ ഞാൻ പരസ്യമായി വെല്ലുവിളിക്കുന്നു. കേരളത്തിലെ ഏറ്റവും അറിയപ്പെട്ട ഒരു മൈതാനത്ത് മൈത്രേയൻ എന്ന ബുദ്ധിജീവിയെ വിനീതമായി ഞാൻ വെല്ലുവിളിക്കുന്നു. ഖുർആനിൽ മനുഷ്യത്വത്തിന് വിരുദ്ധമായ ഒരൊറ്റ വാക്ക് മോഡറേറ്റർ നിർത്തിയിട്ട്, ഒരു ഹൈക്കോടതി ജഡ്ജിയോ സുപ്രീം കോടതി ജഡ്ജിനെയോ നിർത്തിയിട്ട് മോഡറേറ്ററായിട്ട് നിർത്തിയിട്ട് ഒരൊറ്റ വാചകം വിശുദ്ധ ഖുർആനിൽ മനുഷ്യത്വത്തിനെതിരായി ഉണ്ടെന്ന് തെളിയിച്ചാൽ നിങ്ങൾ പറയുന്ന പണിയാണ്. ഖുർആനിലെ 1ാമത്തെ വാചകമാണ് ഞാൻ നിങ്ങളോട് ഇതുവരെ പറഞ്ഞത്. പ്രവാചകൻ പ്രൊഫറ്റ് മുഹമ്മദ് മ്ലേച്ഛാചാര്യണ് സമുന്നിത മുഹമ്മദ് ഇതിക്കാത ശിഷ്യശക സമുന്നിതം ലിംഗച്ഛേദ ശിഖാഹീന ഇഷ്ടദ്വൈപായന വേദവ്യാസൻ ഭവിഷ്യൽ പുരാണത്തിൽ പറഞ്ഞ ആ പ്രവാചകൻ മുൻഹമന്നൻ പാറാൽ പർവ്വതത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ആ തിരുദൂതർ ഇറാ ഗുഹയിൽ ഇരുന്നപ്പോ ദിവ്യ വെളിപാടുണ്ടായി. ജിബ്രീൽ ഗബ്രിയേൽ എന്ന മാലാക. ആദ്യം പറഞ്ഞ വാക്ക് ഹിന്ദുവിനെ കൊല്ലാനല്ല, ക്രിസ്ത്യാനെ കൊല്ലാനല്ല, കമ്മ്യൂണിസ്റ്റുകാരനെ അകറ്റി നിർത്താനല്ല. വായിക്ക്, എന്നാലേ മനുഷ്യനാകൂന്ന്. ഖുർആന്റെ പ്രയോഗം അതാ. വായിക്കടോ, പഠിക്ക്. വായിക്കാത്തവർക്ക് രക്ഷല്ല. വായിച്ചാലേ ബുദ്ധി വളരൂ, വായിച്ചാലേ പഠിക്കൂ. ജന്തുക്കളെ പോലെ അല്ല നമ്മള്. ജന്തുവിന് പുസ്തകം വേണ്ട, LKG വേണ്ട, UKG വേണ്ട, RKG വേണ്ട, ഡീംഡ് യൂണിവേഴ്സിറ്റി വേണ്ട. മനുഷ്യന്റെ സ്ഥിതി അതല്ല. എഞ്ചിനീയറുടെ മകൻ എഞ്ചിനീയർ ആവൂല, ഡോക്ടറുടെ മകൻ ഡോക്ടർ ആവൂല, ചിലപ്പോ തമ്മാടിയാവും. പക്ഷെ ബീവറുടെ കുട്ടി ബീവറേ ആവൂ, തേനീച്ചയുടെ കുട്ടി തേനീച്ചയെ ആവൂ. അതാ പ്രകൃതി. മനുഷ്യനതല്ല. മൃഗത്തെ പോലെയല്ല, പട്ടിയെ പോലെയല്ല, പന്നിയെ പോലെയല്ല. മനുഷ്യൻ ജീനിയസാണ്, തലച്ചോറുള്ളവനാണ്, ബുദ്ധിയുള്ളവനാണ്, ഹൃദയമുള്ളവനാണ്, ആ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളവനാണ്, അറിവിനെ മാറ്റുരക്കുന്നവനാണ്. ഖുർആന്റെ ചോദ്യം എന്തറിയോ? കുൽ, പറയൂ പ്രവാചക, ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. ഖുർആന്റെ 39-ാം അധ്യായം 9-10 വചന. ട്രാൻസ്ലേഷൻ വളരെ എളുപ്പ. അറിവുള്ളവനും. ആ ഖുർആന്റെ വചനത്തിന്റെ അർത്ഥം മാധവട്ട, സുരേഷേ, ദേവദാസേ കേട്ടു നോക്കുമോനെ. അറിവുള്ളവനും അറിവില്ലാത്തവനും സമാവോ? നെഹ്റു അറിവുള്ള ആളാ, ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എഴുതിയ ആളാ. ജയിലിൽ നിന്ന് മോക്ക എഴുതിയ കത്ത, അറിവിന്റെ ഭണ്ഡാര. വായിച്ചിട്ടുണ്ട് താപസി മനസ്സോടെ, അറിവിന്റെ കൈലാസം കയറാൻ കൊതിച്ചുകൊണ്ട് 13-ാമത്തെ വയസ്സിൽ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി വായിച്ചൊരു സാധാരണ മനുഷ്യനാ ഞാൻ. ഇന്നും അതെ, പുസ്തകത്തിന്റെ കൂട്ടത്തിലിരിക്കാൻ കൊതിയുള്ള, ഒരിക്കലും വായിച്ചാൽ അസ്തമിക്കാത്ത ജ്ഞാനത്തിന്റെ കൈലാസം, അത് കയറാൻ മനുഷ്യന് കഴിഞ്ഞിട്ടില്ല. ഋഗ്വേദം അത് ഹിന്ദുവിൻ്റെതാണ്, ബൈബിള് അത് ക്രിസ്ത്യാനിൻ്റെതാണ്, ഡാഷ് ക്യാപിറ്റൽ അത് കമ്മ്യൂണിസ്റ്റുകാരൻ്റെതാണ്. എന്നിട്ട് പറഞ്ഞു വെച്ചു, വായിച്ചില്ല, അറിവ് തേടി അലഞ്ഞില്ല, അറിവ് തേടി അലയാൻ കഴിഞ്ഞില്ല, ജ്ഞാനത്തിന്റെ ലോകത്തേക്ക് പോകാൻ കഴിഞ്ഞില്ല. ആരാണ് മനുഷ്യൻ? ചോദ്യമുണ്ട്. ആരാണ് പടച്ചോൻ? ചോദ്യമുണ്ട്. ആരാണ് ഹിന്ദു? ആരാണ് മുസ്ലിം? ആരിവിടെ ഹിന്ദു ആയിട്ട് ജനിക്കണില്ല എന്നാ ഖുർആൻ പറയണേ. ഖുർആൻ പറയണേ എല്ലാവരും ശുദ്ധ പ്രകൃതിയിലാ ജനിക്കണേ.
ഖുർആനിന്റെ പ്രവാചകന്റെ വചനം, ഖുർആൻ പറയുന്നത് ശുദ്ധ പ്രകൃതിയാണ്, ഹദീസ് പറയുന്നത് ശുദ്ധ പ്രകൃതിയാണ്. വിശുദ്ധ ഖുർആൻ പറയാണ് 30-ാം അധ്യായം 30-ാമത്തെ വചനം. 30-ാമത്തെ വചനത്തിൽ പറയുന്ന മാധവന്റെ കുട്ടി പരിശുദ്ധനാണ്. ഏതുപോലെ പാണക്കാട് തങ്ങളുടെ കുട്ടി തൊട്ടിലിൽ കിടക്കുന്നു, സന്യാസിയുടെ കുട്ടി തൊട്ടിലിൽ കിടക്കുന്നു. ദൈവം പറയുന്നു രണ്ടാളും ഒന്നാണ്, രണ്ടാളും പരിശുദ്ധരാണ്. RSSകാരന്റെ മോൻ മോശക്കാരനാണ്, തങ്ങളെ മോള് ബെറ്ററാണെന്ന് ഖുർആൻ പറഞ്ഞില്ല. ആ സന്യാസിയുടെ മകനുണ്ടല്ലോ, വേണ്ട സി രവിചന്ദ്രൻ, ലോകം കണ്ട ഏറ്റവും വലിയ നാഷണൽ വേസ്റ്റ്, ലോകത്തിനൊരു കോൺട്രിബ്യൂഷനും നൽകാത്ത ഒരു ഇംഗ്ലീഷ് സംസാരക്കാരൻ. ബ്രിട്ടനിലെ സാഹിബ് യാചിക്കുന്നതും ഇംഗ്ലീഷിലാ. ഇംഗ്ലീഷ് വലിയ സംഭവമായിട്ട് കരുതുന്ന വിഡ്ഢികളോട്, മാതൃഭാഷയെ മറന്നവരോട്, അമ്മിഞ്ഞ പാലോലം ചോരിവ കൊണ്ടാദ്യം അമ്മയെ തന്നെ വിളിച്ച കുഞ്ഞേ, മറ്റൊരു മാതാവ് കൂടിയുണ്ടൻ മകേനുറ്റ വാത്സല്യമോടോ മനിപ്പാൻ. വൈലോപ്പിള്ളി ശ്രീധരമേനുണ്ട്. ഞാൻ 36 കൊല്ലം മുമ്പ്, അല്ല 38 കൊല്ലം മുമ്പ് SLC ചെയ്തപ്പോ പഠിച്ച പാട്ടാ. ഏത്? അമ്മിഞ്ഞ പാലോലം ചോരിവ കൊണ്ടാദ്യം അമ്മയെ തന്നെ വിളിച്ച കുഞ്ഞേ, മറ്റൊരു മാതാവ്, നിനക്ക് വേറൊരു മാതാവ് ഉള്ളത് മാതൃഭാഷയാണ്. നമ്മൾ കേട്ടല്ലോ ഇംഗ്ലീഷ്. നമ്മൾ ഈ കഴിഞ്ഞ ചാനൽ ഒരു പ്രിൻസിപ്പളിന്റെ തട്ടമിട്ട് അല്ലേ, തട്ടമിട്ട് മതം സ്വീകരിച്ച് മതഭ്രാന്ത് മുത്ത ഒരാളെ നമ്മൾ കണ്ടല്ലോ. പക്ഷെ അവർക്കൊന്നും പ്രശ്നമില്ല കേട്ടോ. ഒരു തുണ്ട് തട്ടട്ട പാവം 13കാരി ഭീകരവാദിയായി, തീവ്രവാദിയായി, മതേതര വിരുദ്ധയായി. സാരില്ല, അനീതിക്ക് ഇരയാകുന്നവന്റെ കൂടെ ദൈവം ഉണ്ടാവും ഇന്നില്ലേ നാളെ. അതുകൊണ്ടാ കേരളത്തിന്റെ ഹൈക്കോർട്ടിന്റെ ആർച്ചിൽ എഴുതി വെച്ചിട്ടുണ്ട് ഒരു വാചകം, സത്യമേവ ജയതേ, സത്യ ജയിക്കൂ, ഉറപ്പാ. യദോ ധർമ്മസ്ഥോ ജയ അഖുൽ ജാഅൽ ഹഖ് വസാഖൽ ബാതിൽ ഇന്നൽ ബാതില കാന സഊക. 17-82 വചന. സത്യം വരും, അസത്യം പരാജയപ്പെടും. ഉറപ്പ് പരാജയപ്പെടുക തന്നെ ചെയ്യും. ആരും ജയിക്കില്ലടോ. ഒരുത്തന്റെ മേലും അധികാരം കെട്ടിപ്പടുത്തൊരു ഭരണാധികാരിയും ജയിക്കില്ലടോ. ആധിപത്യം സത്യത്തിനായിരിക്കും, ധർമ്മത്തിനായിരിക്കും, നീതിക്കായിരിക്കും, ന്യായത്തിനായിരിക്കും. സംശയമുണ്ടോ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞു വന്ന എന്തറിയോ? അതിന്റെ അർത്ഥം എന്തറിയോ? വായിക്കുക. ബിസ്മി, നാമത്തിൽ, റബ്ബിക്കല്ലദീ, നിന്നെ സൃഷ്ടിച്ച പരിപാലകന്റെ നാമത്തിൽ. അറേബ്യയുടെ ദൈവത്തിന്റെ നാമത്തിൽ നിന്നല്ല, ഖുറൈശി ഗോത്രത്തിന്റെ ദൈവത്തിന്റെ നാമത്തിൽ നിന്നല്ല, നിന്നെ സൃഷ്ടിച്ച് പരിപാലിച്ച റബ്ബിന്റെ നാമത്തിൽ. ആരാ നിന്റെ റബ്ബ്? നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്, എന്റെ റബ്ബേന്ന് ആമിൻ താത്ത വിളിക്കുന്നത് നിങ്ങളൊക്കെ കേട്ടില്ലേ? റബ്ബ് എന്ന അറബി പദത്തിന്റെ അർത്ഥം എപ്പോഴെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഇംഗ്ലീഷ് പഠിച്ചില്ലേ? സംസ്കൃതം പഠിച്ചില്ലേ? അരാമിക് ഭാഷ പഠിച്ചില്ലേ? ഇസ്രായേൽ അഡോണ എലോഹിൻ അഡോണ എന്ന ഹീബ്രു ഭാഷ പഠിച്ചില്ലേ? സംസ്കൃതം പഠിച്ചില്ലേ? ഓം സദേ സമസ്തേ സർവലോകാശ്രയായ യോ ദേവാനാം നാമധ ഏകേവ പഠിച്ചു നമ്മള്. പക്ഷേ അറബി ഭാഷയോടൊരു അലർജി. ഇന്ന് ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റ് ഭാഷ അറബിയാണ്. മരിക്കില്ലടോ ആ ഭാഷ. ലോകം അവസാനിക്കുന്നവരെ മരിക്കില്ല. ആ അറബി ഉച്ചരിക്കുന്നവന്റെ ശമ്പളം പറ്റിയാണ് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജീവിക്കുന്നത്. ഈ നാട്ടിൽ തല ഉയർത്തി നിൽക്കുന്ന ഒരു കെട്ടിടം ഉണ്ടാകുന്നത് ആ അറബിയുടെ ശമ്പളം വാങ്ങിയിട്ടാ. മറക്കണ്ട, വന്ന വഴിയൊന്നും ആരും മറക്കണ്ട. നന്ദി ഉണ്ടാവണ്ട, ഉപദ്രവിക്കാതിരുന്നാ മതി. അറബി തട്ടത്തെയും അറബികളെയും പരിഹസിക്കുന്ന അഹമ്മദിനോട്, കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനോട്, ആ അറബിയുടെ പൈസ, ആ അറബി കുപ്പായട്ടെ, വെള്ള നൈറ്റി താങ്കൾ വിമർശിച്ചല്ലോ. ഭീകരവാദ വേഷം. താങ്കളോട് സംവദിക്കാൻ നട്ടലില്ലാത്തത് കൊണ്ടല്ല, അറിവില്ലായ്മയോട് പുറംതിരിഞ്ഞു നിൽക്കുക എന്നുള്ളത് കൊണ്ടാണ്. വിവരക്കേട് പറയുന്നതിലൂടെ പുറംതിരിയുക എന്നുള്ളത് കൊണ്ടാണ്. ഇസ്ലാം ലോകത്താദ്യമായി മനുഷ്യരോട് പറഞ്ഞു വായിക്കാൻ. നമുക്കൊന്നും പഠിക്കാം. ഞാൻ വിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഖുർആൻ എന്താ? ഖുർആൻ ആർക്ക് വേണ്ടിയാണ്? ഒരു ചോദ്യം ഉണ്ടാവുമല്ലോ. ഖുർആൻ ആർക്ക് വേണ്ടിയാണ്? മനുഷ്യരാശിക്ക് വേണ്ടിയാണ്. ബാല നിനക്ക് വേണ്ടിയാണ്. സുരേന്ദ്ര നിനക്ക് വേണ്ടിയാണ്. ആദരണീയ മുഖ്യമന്ത്രി അങ്ങക്ക് വേണ്ടിയാണ്. പ്രധാനമന്ത്രി താങ്കൾക്ക് വേണ്ടിയാണ്. കാരണം താങ്കളെ സൃഷ്ടിച്ച ദൈവത്തിൽ നിന്നാണത്. അത് പറയാൻ ഒരു മടി ഞങ്ങൾക്കില്ല. യുക്തിവാദികൾക്ക് ഒരു പടച്ചോൻ ഉണ്ടെന്ന് ഉറപ്പാണ്. ആ പടച്ചോൻ രചിച്ച ഗ്രന്ഥമാണ് ഖുർആൻ. പടച്ചോൻ തന്നെ ജീവിത കാഴ്ചപ്പാടുകളെ രൂപപ്പെടുത്തിയ ഒരു ഗ്രന്ഥം. ഞാനത് എന്റെ പ്രസംഗം അതിന്റെ പേയ്മങ്ങളെ ബോധ്യപ്പെടുത്തും. എനിക്ക് കഴിയും ഇൻഷാ അല്ലാഹ്. എന്താണ് ഖുർആന്റെ ഉള്ളടക്കം?
ഖുർആൻ ആർക്ക് വേണ്ടിയാണ്? ഖുർആന്റെ 14-ാം അധ്യായം, അബ്രഹാം പ്രവാചകന്റെ പേരിൽ ഖുർആൻ ഒരു ചാപ്റ്റർ ഉണ്ട്, 14-ാമത്തെ അധ്യായം, അദ്ദേഹത്തിന്റെ 1-ാമത്തെ വചനം. അദ്ദേഹത്തിൽ 52 സൂക്തങ്ങളാണുള്ളത്, 52 വചനങ്ങൾ. അതിലെ 1-ാമത്തെ വചനം അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനദ്ദുലുമാതി ഇലന്നൂർ. ഇരുട്ടിൽ നിന്ന്, അടിവരട്ടോളണം, ഇരുട്ടിൽ നിന്ന്, അന്ധകാരത്തിൽ നിന്ന്, അനീതിയിൽ നിന്ന്, എല്ലാ അരാജകത്വങ്ങളിൽ നിന്ന്, എല്ലാ അറിവുകേടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് മാനവ സമൂഹത്തെ നയിക്കാൻ, എവിടെ 800 കോടി മനുഷ്യരെ നയിക്കാൻ, ഇന്ത്യയിലെ 130 കോടി മനുഷ്യരെ നയിക്കാൻ പ്രാപ്തിയുള്ള ഒരേ ഒരു ദൈവിക ഗ്രന്ഥം എന്ന് 1000 കുതിരശക്തിയോടെ തെളിയിക്കാൻ പറ്റുന്ന ഒരു ഗ്രന്ഥത്തെ കുറിച്ചാ പറയുന്നത്. നമ്മൾ വിചാരിച്ചോ മട്ടന്നൂര് വന്ന് തൊപ്പിട്ട് വെള്ള തുണിക്കുപ്പായോട്ട് ഒരു ധൈര്യമില്ലാതെ പറയാണ്. 1000 കുതിരശക്തിയോടെ ഞാൻ പറയുന്നു, കൊണ്ടുവരൂ. നിങ്ങളുടെ കയ്യിലെ സകലമാന ഗ്രന്ഥങ്ങളുടെ മേശപ്പുറത്ത് നിർത്തൂ. ആ ഗ്രന്ഥത്തിന്റെ 10 മടങ്ങ് ഉള്ളടക്കം ഖുർആനിലുണ്ടെന്ന് ഞാൻ തെളിയിക്കും. എന്റെ കൂടെ ലോകത്തൊരു മുസൽമാനും ആവശ്യമില്ല, എന്റെ റബ്ബ് മാത്രം മതി എനിക്ക് അത് തെളിയിക്കാൻ. ഓരോ വാചകവും നിങ്ങൾക്ക് സമയമുണ്ടോ? ലക്ഷക്കണക്കിന് മനുഷ്യരെ വിളിച്ചുകൂട്ടി ജനങ്ങളുടെ ബുദ്ധിക്ക് സംവദിക്കാൻ വിട്ടുകൊടുക്ക് വേദഗ്രന്ഥത്തിൽ. കഴിഞ്ഞ ദിവസം മൈത്രേനെ ഇരുന്നായിട്ട് പറയാണ്, ഖുർആനേക്കാൾ ബെറ്ററായ ഗ്രന്ഥം ഞാൻ രചിക്കുന്നു. ഞാൻ അതിന്റെ ചോട്ട് പോയിട്ട് ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, അങ്ങ് ഒരു ഗ്രന്ഥം രചിക്കണ്ട, അങ്ങ് സംസാരിക്കുമ്പോൾ ലോകത്തിന് ഉപകാരമുള്ള ഒരു വാചകം മരിക്കുന്നതിന്റെ ഇടക്ക് പറഞ്ഞാൽ മതി. എങ്ങനെ മൈത്രേയൻ മരിക്കുന്നിടയിൽ ജനങ്ങൾക്ക് ഉപകാരമുള്ള ഒരൊറ്റ വാക്ക് അദ്ദേഹത്തിന്റെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പുറത്തോട്ട് വരുന്നില്ലേ, മുഴുവനും മാനവിക വിരുദ്ധവും വിഷവുമാണ്, മനുഷ്യർക്ക് സ്വീകാര്യമല്ല. അയാളാണ് അത്രേ ഖുർആൻ പോലെ. ഖുർആൻ മയക്കുമരുന്ന് അനുവദിച്ചിട്ടില്ല. അയാൾ പറയുന്ന മയക്കുമരുന്ന് എല്ലാ വീട്ടിലും കൊണ്ടുപോയി സപ്ലൈ ചെയ്യണം. ബേക്കറിയിൽ മയക്കുമരുന്ന് വിൽക്കണം എന്ന് പറഞ്ഞ ആളാണ് ആര്? മൈത്രേയൻ. സ്വന്തം മോളോട് തുണി ഉരിഞ്ഞിട്ട് മറ്റവന്റെ കൂടെ പൊയ്ക്കുമെന്ന് പരസ്യമായിട്ട് പ്രസംഗിച്ച ആളാണ് ആര്? മൈത്രേയൻ. ആ മൈത്രേയനാ പറയുന്നത്, ഞാൻ ഖുർആനേക്കാൾ ബെറ്ററായ ഗ്രന്ഥം എഴുതും. വെല്ലുവിളിക്കുന്നു. ഖുർആന്റെ ഒരധ്യായത്തിന് തുല്യമായ കണ്ടന്റ് അങ്ങക്ക് 150 ലക്ഷം വർഷം കിട്ടിയാലും എഴുതാൻ കഴിയില്ലെന്ന് ഞാൻ വെല്ലുവിളിക്കുന്നു പരസ്യമായി. അങ്ങ് പേപ്പറായിട്ട് വന്നിരുന്നോ, ഒരക്ഷരം കുറിക്കാൻ കഴിയില്ലെന്ന് ഞാൻ വെല്ലുവിളിക്കുന്നു. എന്താ ചെങ്ങായിന്റെ നെഞ്ചൂക്ക്? നെഞ്ചൂക്കല്ല, പഠിച്ചിട്ടുള്ള നെഞ്ചൂക്കാണ്, പഠിക്കാത്ത നെഞ്ചൂക്കല്ല. വിശുദ്ധ ഖുർആനിൽ ഇനി ഞാൻ പറയുന്ന വാചകം ഒന്ന് ശ്രദ്ധിച്ചോളിട്ടോ. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഹാദാ ബലാഉൽ ലിന്നാസ്, 14-ാം അധ്യായത്തിന് 52, ജനങ്ങൾക്കുള്ളതാണ് ഈ ഖുർആൻ. ഖദ് ജാഅതുകും ബസായിറും മിർ റബ്ബികും, നിങ്ങളുടെ ദൈവത്തിൽ നിന്നും മനുഷ്യരുടെ കണ്ണു തുറപ്പിക്കുന്ന ഗ്രന്ഥം. ആ മുസ്ലിങ്ങൾ ഖുർആൻ തൊട്ടാ കണ്ണു പൊട്ടിപ്പോവും. ഞാൻ നാദാപുരത്ത് വർക്ക് ചെയ്ത കാലത്ത് പാവം അവിടെ ചില ആളുകള് മുസ്ലിങ്ങൾ എന്റെ നല്ല സുഹൃത്തുക്കളായിരുന്നു. അവിടെ തട്ടുകടയിൽ നിന്ന് ചായ കുടിക്കുന്ന കാലത്ത് ഓരോ നിങ്ങള് ഖുർആൻ വായിച്ചാല് മുസ്ലിമിന്റെ കണ്ണ് പൊട്ടെന്ന് പറയണ്ടല്ലോ. ഞാൻ പറഞ്ഞ ഖുർആനിൽ അങ്ങനെയുണ്ട്, മുസ്ലിമിന്റെ കണ്ണ് തുറക്കുന്ന ആള്. അപ്പൊ എന്ത് ചെയ്യും? അങ്ങനെ ഉണ്ടോ ഖുർആനില്? അങ്ങനെ ഉണ്ട്. കണ്ണ് പൊട്ടുന്നുണ്ടോ? ഇല്ല. ആ വാചകം കാണിച്ചു തരാൻ പറഞ്ഞു. അതിനോടൊരു ഉസ്താദ് പറഞ്ഞ, ഓഹോ, ആ ഉസ്താദിനോട് ആ വാചകം തരാൻ പറയൂ. ആ ഉസ്താദിനോട് വാചകം തരാൻ പറയൂ. നേരെ മറിച്ച് ഖുർആൻ എന്താ പറയണറിയോ? ഖദ് ജാഅതുകും ബസായിറും മിർ റബ്ബികും, നിങ്ങളുടെ കണ്ണ് തുറപ്പിക്കുന്ന ഗ്രന്ഥം. എന്താണ്? ഖദ് ജാഅതുകും മൗഇലത്തും മിർ റബ്ബികും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള സതുപദേശം, നിങ്ങളുടെ ദൈവത്തിൽ നിന്നുള്ള സതുപദേശം. ദീദീവികനിൽ നിന്ന്, വിരാട് പുരുഷനിൽ നിന്ന്, ഹിരണ്യഗർഭനിൽ നിന്ന്, ഹിരണ്യഗർഭഃ സമവർത്തദാഗ്രേ ഭൂതസ്യ ജാത പതിരേക ആസീത് സദാധാര പൃഥിവിയും ദേവായ കശ്മൈ ദേവായ അഭിശാപിതേമാം. ഋഗ്വേദം 10 മണ്ഡലങ്ങളാണ് ഋഗ്വേദത്തിനുള്ളത്. അതിന്റെ 10-ാം മണ്ഡലം 121-ാമത്തെ സൂക്തം 1-ാമത്തെ ഋക്കിൽ ദൈവിക ഗ്രന്ഥം പറയാണ്, ഈ ലോകം മുഴുവൻ ഉണ്ടാക്കിയ ദൈവം ഒന്നാണ്. ഹിന്ദുവിന്റെ ദൈവം വേറെയാണ് എന്നല്ല, മുസ്ലിമിന്റെ ദൈവം വേറെയാണ് എന്നല്ല. ഞാൻ പറയുന്നത്, പിണറായി വിജയനെ ആരാണോ സൃഷ്ടിച്ചത് ആ പടച്ചോനാണ് മുജാഹിദ് ബാദ്ശാഹിനെയും സൃഷ്ടിച്ചത്. ഭംഗിവാക്കല്ല. നരേന്ദ്രമോദി ആരാണോ സൃഷ്ടിച്ചത്, ശ്രീരാമൻ ഉണ്ടെങ്കിൽ ആ ശ്രീരാമൻ ആരാണോ സൃഷ്ടിച്ചത്, മുഹമ്മദ് നബിയെ ആരാണോ സൃഷ്ടിച്ചത്, ആ സൃഷ്ടാവ് ഒന്നാണ്, നമ്മൾ ഒന്നാണ്. അതാണ് ഖുർആന്റെ സന്ദേശം.
ജാതീയതല്ല ഖുർആനില്, ജാതിപ്പോരില്ല ഖുർആനില്. ആദർശപ്പോരുണ്ട്, ആദർശങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്, ജാതിപ്പോരില്ല. ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു തണ്ണീർ. ദുരവസ്ഥയാണ്, ചണ്ടാലു ഭിക്ഷുകി. ആ അവസ്ഥയിൽ അല്ല ഇവൻ ഇന്നൊരു പറയനല്ലേ. അല്ലാ മതം സ്വീകരിച്ചാൽ ഇല്ല ഉച്ചനീചത്വം, ഇല്ലത്തും പോയിടാം പെണ്ണെ എന്ന് കവി പാടി. അതുകൊണ്ടാണ് ഒരാൾ ഇസ്ലാം ആകുന്നതോടുകൂടി ജാതിവാൽ അവസാനിക്കും. പിന്നെ പറയനില്ല, പുലയനില്ല, ബ്രാഹ്മണനില്ല, ക്ഷത്രിയനില്ല, ശൂദ്രനില്ല, വൈശ്യനില്ല, മനുഷ്യൻ. പിന്നെ മനുഷ്യനാവും. അപ്പൊ ഇസ്ലാമിന്റെ ഫ്രെയിമിലേക്ക് ഒരാൾ വരുന്നതോടുകൂടി സമ്പൂർണ്ണ മനുഷ്യനായി. ഏതർത്ഥത്തിൽ നോക്കിയാലും, ഏതർത്ഥത്തിൽ നിങ്ങളെടുത്തോ സമ്പൂർണത അത് ദൈവിക മതത്തിലൂടെ മാത്രമേ ഉണ്ടാവൂ. മുഹമ്മദ് നബി ഒരു മതം കൊണ്ടുവന്നിരുന്നെങ്കിൽ അതിലുണ്ടാവൂല. കാരണം അദ്ദേഹം പഠിച്ചിട്ടില്ല. അക്ഷരക്കൂട്ടുകൊണ്ട് അത്ഭുതം സൃഷ്ടിച്ചത് പിന്നീട് ദിവ്യ വെളിപാടുകൾക്ക് ശേഷം. ബാപ്പ അദ്ദേഹത്തെ പഠിപ്പിച്ചിട്ടില്ല, കാരണം ബാപ്പാനെ കണ്ടിട്ടില്ല. ഉമ്മ അദ്ദേഹത്തെ പഠിപ്പിച്ചിട്ടില്ല, കാരണം 6 കൊല്ലത്ത് കൂടുതൽ ജീവിച്ചിട്ടില്ല. വല്യാപ്പാക്ക് പഠിപ്പിക്കാൻ സമയം ഉണ്ടായിട്ടില്ല, 8 വയസ്സായപ്പോ മരിച്ചുപോയി. അപ്പോ മുഹമ്മദീനെ ഓത്തിനായച്ചില്ല, ഓമനിക്കാൻ ബാപ്പ വേണം, ബാപ്പ ജീവിച്ചില്ല. എത്ര മനോഹരമായ വരിയാണ്, എത്ര മനോഹരമായ. ബാപ്പ ജീവിച്ചിരുന്നില്ല, അവിടെ പഠിച്ചില്ല, നിരക്ഷരനായിരുന്നു, അക്ഷരജ്ഞാനമില്ലാത്ത ആളായിരുന്നു. പക്ഷേ അക്ഷരക്കൂട്ടിന്റെ അത്ഭുത ലോകത്തേക്ക് കൈപിടിച്ചേർത്തിയ മഹാചാര്യനായി ആ പ്രവാചകൻ. എം എൻ റോയ് അറിയാത്ത ആരുമില്ല. എം എൻ റോയ് മുസ്ലിങ്ങളെ പറ്റി പറയുന്നത് എന്തറിയോ? തേനീച്ചകൾ പുഷ്പത്തിൽ നിന്ന് തേൻ ശേഖരിക്കുന്ന പോലെ അറിവിന്റെ ലോകത്തെ കോടി ഭ്രാന്തന്മാരെ പോലെ നടന്ന സമുദായത്തിന്റെ പേരാണ് മുസ്ലിങ്ങൾ. ഇന്ന് എനിക്ക് ഉറപ്പുണ്ട്, മുസ്ലിങ്ങൾ അത്ര വായനാശേഷിയുള്ള ഒരു ജനപദവും ഈ മണ്ണിലില്ല. അതിന് പ്രേരിപ്പിച്ചത് ഖുർആനാണ്. ഞാൻ അധികം പറയാണെന്ന് വിചാരിക്കരുത്. ഹൈന്ദവരുടെ ഗ്രന്ഥവും ക്രൈസ്തവരുടെ ഗ്രന്ഥവും മുസ്ലിങ്ങളിലെ ചില പണ്ഡിതന്മാർക്ക് അറിയുന്നതിന്റെ അത്ര അവരിലെ ഏറ്റവും വലിയ പണ്ഡിതന്മാർക്ക് പോലും അറിയില്ല. അതിന്റെ കാരണം ദൈവിക ഗ്രന്ഥം 96-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വചനത്തിൽ വായിക്കൂ എന്ന് പറയുന്നു. അടുത്ത വാചകം ഖുർആൻ പറയാൻ, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശൂബൻ വഖബായില ലിതഅറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹ് അത്ഖാകും. ഖുർആന്റെ 49-ാം അധ്യായം 13-ാമത്തെ വചന. മനുഷ്യരെ, നമ്മൾ പറയല്ലോ, ഞാനും നീ ഒരു അച്ഛന്റെ അമ്മയുടെ മക്കളാടാ. ബാന്ധവ മാനവ സർവേ സ്വദേശാഭുവനത്രയം. എന്താ അതിന്റെ അർത്ഥം? ബാന്ധവ മാനവ സർവേ സ്വദേശാഭുവനത്രയം. ബാന്ധവ മാനവ, മനുഷ്യകുലം ഒരു തറവാട്, ഒറ്റ തറവാട്. ഭാരതമാകുന്ന തറവാടല്ല, ഭൂമിയാകുന്ന തറവാട്. ഒരച്ഛന്റെ അമ്മയുടെ മക്കൾ, ഒരച്ഛനമ്മമാർക്ക് പിറന്ന മക്കൾ. ഓർത്താൽ ഒരൊറ്റ തറവാട്ടുകാർ നാം. നാഥന്റെ മുറ്റത്ത് വിരിഞ്ഞു നിൽക്കും തൻമുന്തിരിക്കൊത്ത മനുഷ്യവർഗം. ഒരച്ഛന്റെ അമ്മയുടെ മക്കളാണ് നാം. അതുകൊണ്ട് എന്റെ വീട്ടിൽ വരുന്ന ശോഭ ചേച്ചി, പിണറായി വിജയന്റെ കുടുംബത്തിലൊരു അംഗമായ ശോഭ ചേച്ചി, വടകരക്കാരി, എന്റെ വീട്ടിൽ കഴിഞ്ഞ 10, 15, 20 കൊല്ലത്തിലധികം അവരെന്റെ വീട്ടിൽ വരുന്നു. ആ ശോഭേച്ചിയെ ഞാനൊരു സഹോദരിയായിട്ടേ കണ്ടിട്ടുള്ളൂ. എന്റെ വേദഗ്രന്ഥം എന്നെ അങ്ങനെ പഠിപ്പിച്ചു. അവരുടെ വേദനയിൽ പങ്കുകൊള്ളാൻ എന്നെ പഠിപ്പിച്ചു. വർഗീയതയുടെ ഒരു തരിമ്പ് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തില്ല. ഞാൻ ഇനി ഒരു അരമണിക്കൂറിലധികം പ്രസംഗിച്ചു. വെല്ലുവിളിയോടുകൂടി ഞാൻ പറയുന്നു, അറിവുള്ളവർ എന്റെ പ്രസംഗം കേൾക്കുന്നുണ്ടെങ്കിൽ വർഗീയത പറയുന്ന ഒരു വാചകം എന്റെ പ്രസംഗം കഴിയുന്നതിന് മുമ്പ് ഈ സ്റ്റേജിൽ നിങ്ങൾ ഖുർആനിന് സമർപ്പിച്ചാൽ ഞാൻ എന്റെ തല മുണ്ടനം ചെയ്ത് മട്ടന്നൂർ ടൗണിലൂടെ നടക്കും. ആർക്കും ഈ വെല്ലുവിളി ഏറ്റെടുക്കാം. സംഘപരിവാരങ്ങൾക്ക് ഏറ്റെടുക്കാം, CPM ഏറ്റെടുക്കാം, ഇവിടുത്തെ ഇതര മതക്കാർക്ക് ഏറ്റെടുക്കാം, യുക്തിവാദികൾക്ക് ഏറ്റെടുക്കാം. വർഗീയതയുടെ ഒരു വാക്ക് അള്ളാഹുവിന്റെ ഖുർആനിൽ ഉണ്ടെന്ന് 40 മിനിറ്റിനുള്ളിൽ എനിക്കിവിടെ കൊണ്ടുവന്നാൽ ഞങ്ങൾ നിങ്ങളോട് മാപ്പ് ചോദിക്കും. എന്താടാ ചെങ്ങായിന്റെ ചങ്കൂറ്റം? വേറൊന്നല്ല, 13 വയസ്സിൽ പ്രസംഗിക്കണ ഞാന്. 2ാമത്തെ വയസ്സിൽ ഖുർആൻ കേട്ട ആളാ ഞാൻ, എന്റെ ഉപ്പയിൽ നിന്ന്. അതിൽ മനുഷ്യവിരുദ്ധമായ ഒരു വാചകവും ഇല്ല. ഒരൊറ്റ വാചകം, ഒരു ഉദാഹരണം പറയാം. ഖുർആനിന്റെ ഉള്ളടക്കാണല്ലോ. ചോദ്യം കേട്ടോളൂ. മുഹമ്മദേ,
മുഹമ്മദേ, നാട്ടുകാരെ പിടിച്ച് ഇസ്ലാമാക്കാൻ നിന്നെ ആരാ ഏൽപ്പിച്ച്? ഇസ്ലാമാകാൻ നീ അവരെ നിർബന്ധിക്കുകയോ? ഖുർആന്റെ വചന. ഈ വാചകങ്ങളൊക്കെ കേൾക്കില്ലേ? ഈ വാചകത്തിന്റെ കുഴപ്പമെന്താ? മുഹമ്മദേ, നീ മതപരിവർത്തനം, നിർബന്ധിത മതപരിവർത്തനം പറയുന്നുവോ എന്ന് ആരോടാ ചോദിക്കണത്? മുഹമ്മദ് നബിയോടാ ചോദിക്കണത്. ഇനി പറ, മുഹമ്മദ് നബിയുടെ രചനയാണോ ഇത്? പറ, ബുദ്ധിയുള്ളവരെ പറ, മുഹമ്മദ് നബിയുടെ രചനയാണോ ഇത്? അൻത തുഖ്രിഹുൻ നാസ് അൻ യകൂനു മുഅ്മിനീൻ, വിശ്വാസിയാകാൻ, മതവിശ്വാസിയാകാൻ താങ്കൾ അവരെ നിർബന്ധിക്കുകയോ? ഖുർആനിലെ 10-ാം അധ്യായം ആർക്ക് എടുത്തു നോക്കാം. ഇപ്പൊ എല്ലാരുടെ കയ്യിലും മൊബൈലും ഖുർആൻ ഉണ്ട്. ചാറ്റ് ജിപിടിയോട് ചോദിക്ക്, ചാറ്റ് ജിപിടിയോട് ചോദിക്ക്, ഈ വചനം ഖുർആനിലുണ്ട്, ചോദിക്ക്. ചാറ്റ് ജിപിടി പറയും എനിക്ക് മലയാളത്തിലാണോ, ഹിന്ദിയിലാണോ, ഇംഗ്ലീഷിലാണോ, ഏത് ഭാഷയിലാ, റഷ്യൻ ഭാഷയിലാണോ, ചൈനയാണോ, ഏതാ വേണ്ടത് എന്ന് ചാറ്റ് ജിപിടി ചോദിക്കും. എന്ന അറിവ് നമ്മുടെ കൈത്തുമ്പിലിരിക്കുക, പക്ഷെ പഠിക്കാൻ തയ്യാറല്ല, വായിക്കാൻ സന്നദ്ധരല്ല. എന്ത് ചെയ്യും? അപ്പോ ഇനി വിശുദ്ധ ഖുർആനിലെ വേറൊരു വചനം, 2-ാം അധ്യായം സൂറത്ത് ബഖറ 2-ാം അധ്യായത്തിലെ 256-ാമത്തെ വചനം. ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരമില്ല. ഖദ് തബയ്യന റുശ്ദ് മിനൽ ഗയ്, സത്യവും അസത്യവും വേർതിരിച്ചു. പറഞ്ഞു കൊടുക്കുക, നിർബന്ധിക്കണ്ട. ഖുർആനിലെ വചന, ഖുർആനിലെ വചനമാണ്. വേറൊരു സ്ഥലത്ത് ഖുർആൻ പറയാണ് ഇഷ്ടമുള്ളവർ വിശ്വസിക്കട്ടെ, അല്ലാത്തവർ ഒഴിവായിക്കളോ, അല്ലാത്തവരെ വിട്ടുകളാ. ഖുർആന്റെ 18-ാം അധ്യായം 29-ാമത്തെ വചനം. വേറൊരു സ്ഥലത്ത് നന്ദിയുള്ളവരായിട്ടും ജീവിക്കാം, നന്ദി കെട്ട ആരിഫ് ഹുസൈനായിട്ടും ജീവിക്കാം എന്ന് ഖുർആൻ, വിശുദ്ധ ഖുർആനാ പറയുന്നത്. ഖുർആന്റെ 76-ാം അധ്യായം 3-ാമത്തെ വചനം. മതനിർബന്ധമില്ല. ഞാൻ സിമ്പിൾ ആയിട്ടൊരു കാര്യം പറഞ്ഞ, ഞങ്ങള് ചിലപ്പോൾ പക്ഷെ നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. പശു ആരാധന ഇസ്ലാമിന് പാടില്ല. പശു ആരാധന ഇസ്ലാമിന് പാടില്ല. മുഹമ്മദ് നബിയെ പോലും ആരാധിക്കാൻ പാടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നല്ലേ പശുവിനെ ആരാധിച്ചതിന്റെ പേരിൽ മുസ്ലിമിന്റെ കൈകൊണ്ട് ഒരു ഹിന്ദു കൊല്ലപ്പെട്ടിട്ടുണ്ടോ? ഞാൻ വായിച്ചൊരിടത്തില്ല. ചോദ്യം നമ്പർ, പശു ആരാധനയുടെ പേരിൽ ഒരു ഹിന്ദു കൊല്ലപ്പെട്ടിട്ടുണ്ടോ മുസ്ലിമിന്റെ കയ്യാൽ? ഒരെണ്ണം ധൈര്യം ഉണ്ടെങ്കിൽ വരൂ. ഒരെണ്ണം ഉണ്ടോ? ഇല്ല. പക്ഷെ പശുവിനെ നിങ്ങൾ ആരാധിക്കുന്നതിന്റെ പേരിൽ ഞങ്ങളെ 30 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിന് നിങ്ങൾ എന്ത് മറുപടി പറയും? പറ. നിങ്ങൾ പശുവിനെ ആരാധിച്ചതിന്റെ പേരിൽ ഈ 30 മുസ്ലിങ്ങൾ നിങ്ങളുടെ കയ്യാൽ കൊല്ലപ്പെട്ടു, സംഘപരിവാരങ്ങളാൽ. ഉത്തരം പറ. കുഴപ്പമായിരിക്കാം. നിങ്ങൾ പശുവിനെ ആരാധിച്ചു എന്നുള്ളതിന്റെ പേരിൽ മുസ്ലിങ്ങൾ നിങ്ങളെ കൊള്ള വന്നിട്ടില്ല. യേശുവിനെ ആരാധിച്ചു എന്നുള്ളതിന്റെ പേരിൽ ക്രിസ്ത്യാനിന്റെ നേരെ വന്നിട്ടില്ല. ഇല്ല. നിങ്ങൾക്ക് തോന്നുകയാണ്, നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. ഞങ്ങൾ വരില്ല നിങ്ങളുടെ കൂടെ. കാരണം ഞങ്ങളുടെ മതം പഠിപ്പിക്കണം എന്തറിയോ? ലക്കും ദീനുക്കും വലിയ ദീൻ. ബാല, നിനക്ക് നിന്റെ മതം. ജോർജേ, നിനക്ക് നിന്റെ മതം. നിന്റെ മതത്തിലേക്ക് നീ എന്നെ നിർബന്ധിക്കണ്ട, എന്റെ മതത്തിലേക്ക് ഞാൻ നിന്നെയും നിർബന്ധിക്കില്ല. എന്താണ് ഖുർആൻ? എന്റെ മതത്തിലേക്ക് തട്ടറണം ഞങ്ങൾ ആരോടും പറയാറില്ല. തട്ട ഇക്കണം ഞങ്ങളോട് പറയുന്നു. ഏതാ പ്രശ്നം? തട്ടം നിങ്ങൾ ഇടുമെന്ന് ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല. തട്ടം നിങ്ങൾ ഇടരുത് എന്ന് തട്ടമിട്ട ചേച്ചി പറയുന്നു. വിഷയം ആർക്കാ കുഴപ്പം? പറ. ഒരൊറ്റ ആഴ്ചന്റെ ഉള്ളിലെ സംഭവല്ലേ ഈ പറയുന്നത്? തട്ടമിട്ട ക്രിസ്ത്യാനി പറയുന്നു നീ തട്ടിടാൻ പാടില്ല, ഞാനിടും, അതെന്റെ മതാണ്. ഇത് നിനക്ക് പാടില്ല, ഇത് മതേതര രാജ്യമാണ്. മന്ദബുദ്ധികൾ പ്രിൻസിപ്പളാകുന്ന കാലത്ത് താങ്ങുക തന്നെ, സഹിക്കുക തന്നെ. എല്ലാ വിഡ്ഢികളെയും ചുമക്കാൻ വിധിക്കപ്പെട്ട വലിയൊരു വിഡ്ഢിക്കൂട്ടമാണ് ഭാരതത്തിലെ ജനങ്ങൾ. സോറി, മാപ്പ്. അല്ലേ ചിന്തിക്ക്. ഇവിടെ ഏത്, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളോട് പറഞ്ഞല്ലോ, എലിയെ പെരിച്ചായി ആരാധിക്കുന്നവരുണ്ട്. അതിന്റെ പേരിൽ ഒരു പെരിച്ചായിനെ ആരാധിക്കുന്നവന് കൊല്ലപ്പെട്ടിട്ടില്ല. ഇല്ല. അബ്രഹാം പ്രവാചകനോട് പറഞ്ഞു ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. അബ്രഹാം പ്രവാചകൻ പറഞ്ഞു നിന്നെ കല്ലെറിഞ്ഞു കൊല്ലും. മുസ്ലിമിനോട് പറയാ ഞാൻ നിന്നെ കല്ലെറിഞ്ഞു കൊല്ലും. മുസ്ലിം ബൗദ്ധൈവ വിശ്വാസിനോട് കല്ലെറിയുന്നു പറഞ്ഞിട്ടില്ല. കുഴപ്പം ഇസ്ലാമിൻ്റെതല്ല.
പഠിക്കാൻ തയ്യാറുണ്ടോ? പഠിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. മട്ടന്നൂരിലെ ഈ പ്രചരണം നടത്തുന്നത് ഇവിടുത്തെ ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ കുട്ടികളാണ്. അവരെ സമീപിച്ചോളൂ നിങ്ങൾ. വേണ്ടെന്നേ, എയർപോർട്ടിലേക്ക് മടങ്ങണേന്റെ തൊട്ട് മുമ്പിൽ ഒരു സെൽഫി പള്ളിയുണ്ട്. കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന ആ പ്രസ്ഥാനത്തിന്റെ പള്ളി. അവിടെ പോയിട്ട് നിങ്ങൾ ചോദിക്ക്, നിങ്ങൾക്ക് പഠിക്കണോ? ഞങ്ങൾ റെഡിയാ. ഞങ്ങൾ നിങ്ങൾക്കെതിരല്ല, ആർക്കും എതിരല്ല. ഞങ്ങളൊക്കെ നിങ്ങളോടൊപ്പമുള്ളവരാണ്. വേണ്ട, ബ്രിട്ടീഷുകാരൻ ഇന്ത്യ മോചിതമാക്കുന്നതിൽ മുസ്ലിങ്ങളുടെ എഫേർട്ട് എടുത്ത ആരുമില്ല. അത് പച്ച സത്യമാണ്. അതുകൊണ്ടാണ് ഇന്ത്യ ഗേറ്റിൽ മുസ്ലിങ്ങൾ 65%, ബാക്കിയുള്ള എല്ലാവരും കൂടി 35% ആയത്. അതുകൊണ്ടാണ്. ചിന്തിക്കുന്നവർക്കാട്ടോ ചിലപ്പോ ദേഷ്യമൊക്കെ തോന്നും, പക്ഷെ പറയുന്ന ഒരൊറ്റ പോയിന്റ് സത്യവിരുദ്ധാവൂല. അത് ഉറപ്പിച്ചിട്ട് അവിടെ കയറിക്കണ്. ഞാൻ പറയുന്ന ഒരു കാര്യം സത്യത്തിനെതിരാണെന്ന് എന്നോട് പറയാൻ ഒരാൾക്ക് വരാൻ പറ്റില്ല. അത്ര ഉറപ്പ് വരുത്തിയ സത്യത്തെ കുറിച്ചാ പറയണേ. അത്ര വലിയ സത്യത്തെ കുറിച്ചാ പറയണേ. ഇസ്ലാം നിങ്ങൾ നോക്കൂ, ഖുർആനിലെ 60-ാം അധ്യായം സൂറത്ത് മുംതഹന 7, 8, 9 വചനം. അതിൽ 8, 9 വചനം ഞാനൊന്ന് പറയാം. അതിൽ പറയുന്നെന്താ? ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ലം യുഖാതിലുകും ഫിദ്ദീൻ വലൻ യുഖ്രിജുകും മിൻ ദിയാരികും മൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. ആർക്ക് എടുത്തു നോക്കാം. ഖുർആനിലെ 114 അധ്യായങ്ങളിൽ 60-ാമത്തെ അധ്യായം വചനം 8. ലാ യൻഹാകുമുല്ലാഹ്, അല്ലാഹ് നിങ്ങൾക്ക് വിലക്കുന്നില്ല. അല്ലാഹ് നിങ്ങൾക്ക് വിലക്കുന്നില്ല നിങ്ങളോട് നല്ല നിലക്ക് പെരുമാറുന്ന അമുസ്ലിങ്ങൾ. അവരുമായി നിങ്ങൾക്ക് നല്ല ബന്ധമാവാം. ഖുർആൻ പറയുന്നത് നിങ്ങളുമായി മതത്തിന്റെ പേരിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത പാവപ്പെട്ട അമുസ്ലിങ്ങളോട് നിങ്ങൾക്ക് മൈത്രി ബന്ധമാകാം. അവിടെ അവസാനിച്ചില്ല. അടുത്ത വാചകം എന്താ? അൻതബറൂഹും, അവർക്ക് നിങ്ങൾ പുണ്യം ചെയ്യണം. അമുസ്ലിമിന് നിങ്ങൾ പുണ്യം ചെയ്യണം. ഖുർആൻ പറയുന്നത് തീർന്നില്ല. അവനോട് നീതിയോടുകൂടി പെരുമാറണം. അമുസ്ലിമാന്നുള്ളതിന്റെ പേരിൽ അനീതി കാണിക്കരുത്. എന്നിട്ട് ഖുർആൻ പറയണെന്നറിയോ? അങ്ങനെ നിങ്ങൾ അവരോട് പെരുമാറുന്നത് നിങ്ങളുടെ ദൈവത്തിന് വലിയ ഇഷ്ടമാണ്. ഒറ്റ ചോദ്യം, ആ വചനത്തിൽ മാനവിക വിരുദ്ധത ഉണ്ട് എന്ന് തെളിയിക്കാൻ പറ്റിയേ പ്രിൻസിപ്പൽ ഉണ്ടോ? വന്നോ. ജഡ്ജി ഉണ്ടോ? വന്നോ. സുപ്രീം കോടതി ജഡ്ജി ഉണ്ടോ? വാ. ആ വാചകം മാനവികമല്ല. അതിന്റെ അടുത്ത വാചകം എന്താ? അതിന്റെ അടുത്ത വാചകം ദൈവം വിലക്കുന്നത് ഒരു മതത്തിന്റെ പേരിൽ, നിങ്ങൾ മുസ്ലിങ്ങളായി എന്നതിന്റെ പേരിൽ പ്രിൻസിപ്പൽ നിങ്ങളെ വെറുക്കുന്നു. അവളുമായി നിങ്ങൾക്ക് ഗാഢബന്ധം വേണ്ട. നിങ്ങളെ കൊല്ലാനൊക്കെ വിച്ചാത്തിയായിട്ട് കെട്ടിപ്പിടിച്ച് ഇമ്മക്കാൻ അറിയോ ആരെങ്കിലും? എടോ, പാകിസ്ഥാന്റെ ബോർഡറിൽ പാകിസ്ഥാനി താടി വെച്ച പാകിസ്ഥാനി, കേട്ടോ, പാകിസ്ഥാന്റെ ബോർഡറിൽ താടി വെച്ച പാകിസ്ഥാനി, അറബിക്കുപ്പായിട്ട പാകിസ്ഥാനി ഇന്ത്യൻ ബോർഡർ കടന്ന് ഇന്ത്യയെ അനാവശ്യമായിട്ട് ആക്രമിക്കാന്ന് വിചാരിച്ചോ? ഈ സാധുവായ മുജാഹിദ് ബാലുശ്ശേരി പട്ടാളത്തിലുണ്ട് എന്ന് വിചാരിച്ചോ? ഇന്ത്യയുടെ ബോർഡറിലെ കാവലുകാരനായി നരേന്ദ്രമോദി എന്നെ നിർത്തിയെന്ന് വിചാരിച്ചോ? പാകിസ്ഥാനിനെ കൊന്ന് കൊലവിളി നടത്തി കളയും ഞാൻ എന്റെ രാജ്യത്തിന് വേണ്ടി. അതാണ് എന്റെ മതം എന്നെ പഠിപ്പിച്ചത്. വന്റെ താടി നോക്കിയിട്ടാണ് കെട്ടിപ്പിടിക്കാൻ ആണും പെണ്ണും കെട്ടെ കളി കളിക്കാൻ ഞങ്ങൾ പോവില്ല. ഞങ്ങളതിന് കിട്ടില്ല. പാകിസ്ഥാൻ ഇന്ത്യയെ ഒറ്റ കൊടുത്തോലും ഒന്നും മുസ്ലിങ്ങളല്ല. അത് നെറ്റിക്കറി പരിശോധിച്ചോ. പാകിസ്ഥാനിയെ സ്നേഹിച്ച് ഇന്ത്യയുടെ രഹസ്യം, സൈന്യ രഹസ്യം ചോർത്തിക്കൊടുത്ത ഒരൊറ്റ കുട്ടിയുടെ പേരും മുസൽമാന്റെ പേരല്ല. ഒരാളുണ്ട്, നിങ്ങൾ പേര് പറ. ഒരാളുണ്ട് പേര് പറ. ഇല്ല. നിങ്ങൾ ശ്രദ്ധയുണ്ടോ? ഏതെങ്കിലും ഒരു ക്ഷേത്രം നോക്കി ആ ക്ഷേത്രത്തിന്റെ അടിയിൽ ഞങ്ങളുടെ ഒരു പള്ളി ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾ പറയില്ല. ഉണ്ടെങ്കിലും പറയില്ല. കേട്ടോ, ഒന്നുകൂടെ കേട്ടോ. നിങ്ങളുടെ ക്ഷേത്രം മധുരൈ മീനാക്ഷി ക്ഷേത്രം എന്ന് വിചാരിക്കുക. അതിന്റെ അടിയിൽ ഒരു പള്ളി ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. അത് ഞങ്ങൾക്ക് ബോധ്യമായി എന്ന് വിചാരിക്കുക. ഞങ്ങൾ മിണ്ടൂല. കാരണം അത് മിണ്ടിയില് ഗുണമല്ല, ഉള്ളത് ദോഷമാണ്. തമ്മിൽ തെറ്റിയുള്ളൂ. ആ പണി ഞങ്ങൾ ചെയ്യില്ല. പക്ഷെ ഇന്ന് ഇന്ത്യയിൽ നടക്കുന്നതാ താജ്മഹലിന്റെ താഴത്ത്. നിങ്ങൾ ഒന്നും വിചാരിക്കണം, ബസ് സ്റ്റാൻഡിന്റെ താഴത്ത് 5 ക്ഷേത്രം ഉണ്ടായിരുന്നു. 5 കൊല്ലം കഴിഞ്ഞാൽ പറയും. അത് ഹിന്ദു അല്ലട്ടോ പറയുന്നത്. ഹിന്ദു അല്ല, നിരീശ്വരവാദികളാൽ പടുത്തുയർത്തപ്പെട്ട RSSന്റെ ടോപ്പ് ലീഡേഴ്സ് ഒക്കെ നിരീശ്വരവാദിയായിരുന്നു. ഭാരത ദർശനം കണ്ണുകൊണ്ട് കാണാത്തവരായിരുന്നു. എനിക്കിന്നും ഓർമ്മയുണ്ട്, ഋഗ്വേദം ജീവിതത്തെ കണ്ണുകൊണ്ട് കാണാത്തവനായിരിക്കും ഒരു RSSന്റെ നേതാവ്.
നിങ്ങൾ നോക്കൂ, ഞാൻ NDF എതിർത്തതിന്റെ പേരിൽ വടിവാള് കൊണ്ട് വെട്ട് കിട്ടിയാണ്. NDF എതിർത്തതിന്റെ പേരിൽ നാടും വിടും വിട്ടു പോകേണ്ടി വന്ന ആളാ ഞാൻ. മംഗലാപുരത്ത് അടി കിട്ടിയിട്ട് ഓടി ചെറിയ കുഞ്ഞിനെയും കൊണ്ട് രക്ഷപ്പെടേണ്ടി വന്ന ആളാ ഞാൻ. RSS അല്ലതല്ലേ, ഇവിടുത്തെ മുസ്ലിം സമുദായത്തിലെ കുഞ്ഞി തീവ്രവാദികളാണ്. മനസ്സിലായോ? തീവ്രവാദം ഹിന്ദുവിന്റെ ആയാലും മുസ്ലിമിന്റെ ആയാലും ക്രിസ്ത്യാനിന്റെ ആയാലും കമ്മ്യൂണിസ്റ്റിന്റെ ആയാലും തീവ്രവാദമാണ്. അത് പറയാനുള്ള ധൈര്യം നമുക്ക് വേണം. അത് പറയാനുള്ള ധൈര്യം നമുക്കുണ്ടാവണം. നമുക്ക് ധൈര്യം ഉണ്ടാകണം. എന്ത് ഹിന്ദുവോ മുസ്ലിമോ എന്ന് നോക്കിയിട്ടല്ല കാര്യം തീരുമാനിക്കല്. ഹിന്ദുവിന്റെ കൂടെ ശരിയാണോ? ഖുർആൻ എന്താ പറയുന്നറിയോ? അവന്റെ കൂടെ നിൽക്ക്, ഹിന്ദുവിന്റെ കൂടെ നിൽക്ക്. ഖുർആൻ ജൂതന് വേണ്ടി വചനിറക്കി. എന്തറിയോ? ജൂതൻ തെറ്റ് ചെയ്തില്ല. ബഷീർ എന്ന് പറഞ്ഞൊരു മുസ്ലിം തെറ്റ് ചെയ്തു, പക്ഷെ പിടിക്കപ്പെട്ടത് ജൂതനാണ്. അപ്പൊ ജൂതനെതിരായി പ്രവാചകൻ വിധിക്കുകയാണ്. കാരണം പച്ച പ്രവാചകനാണ്, മറിഞ്ഞ കാര്യം അറിയില്ല. തെളിവ് മുഴുവനും ജൂതനെതിരായിരുന്നു. അപ്പൊ ഒരു കോടതി തെളിവിനനുസരിച്ച് വിധിക്കുക. പ്രവാചകൻ വിധിക്കാൻ പോകുമ്പോ അല്ല ഗബ്രിയേൽ എന്ന മാലാഖയെ ഇറക്കി. എന്നിട്ട് പറഞ്ഞു, പ്രവാചകനോട് അനീതി ചെയ്യല്ലേ. എത്ര വചനമുള്ള അറിയോ? ആ ജൂതനാണ് ശരി, ജൂതനാണ് ശരി. നിന്റെ കൂട്ടത്തിലെ ബഷീർ ശരിയല്ല. ആ ഗ്രന്ഥത്തിന്റെ പേരാണ് ഖുർആൻ. പറയൂ, ഖുർആൻ എവിടെയാ തെറ്റുപറ്റിയത്? ഖുർആൻ എവിടെയാ തെറ്റുപറ്റിയത്? ഖുർആനിന് എവിടെയാ തെറ്റുപറ്റിയത്? പറ. ഒരു മുസ്ലിം അവന്റെ വിശ്വാസം എന്നറിയോ? നാളെ എന്റെ കൂടെ ജീവിക്കേണ്ട ഒരു കുട്ടി, അവളെ അമ്മ എന്റെ വീട്ടിലാ, പൊട്ടുതൊട്ടമ്മ എന്റെ വീട്ടിലാ. എന്റെ ഉമ്മാനെ പോലെ എന്നെ പഠിപ്പിച്ച ഖുർആനാ. വസാഹിബുഹുമാ ഫിദ്ദുന്യാ മാറൂഫാ. ഹൈന്ദവ സഹോദരി പെട്ടിട്ട് എന്റെ കയ്യിൽ ഒരു കുഞ്ഞിനെ തന്നു, നിങ്ങൾ പൊട്ടിക്കൊളിയർ. ആ കുട്ടി ഇന്ന് എന്റെ മോനെ പോലെ വളരുന്നു. ഏതു മതമാണിത്? ഏതു മത ഇത്? ഏത് മത? സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. മലയാള കവിതകളാ. സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി തേടുന്നു. സ്നേഹമാണഖിലസാര മൂഴിയിൽ, സ്നേഹിക്ക ഉണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും. കുമാരനാശാന്റെ വലിയ ആക്രമിക്കുന്നവനെ പോലും സ്നേഹിക്കാൻ. ഗാന്ധിജിയിലെ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, ബ്രിട്ടീഷുകാരൻ ഷൂ കൊണ്ട് ഗാന്ധിജിയുടെ മുഖത്ത് ചവിട്ടി. ഗാന്ധിജിയുടെ പല്ല് കഴിഞ്ഞുപോയി. ചിരിച്ചുകൊണ്ട് ഗാന്ധിജി ചോദിച്ച ചോദ്യം എന്തറിയോ? അല്ലയോ വെളുത്ത സായിപ്പുകാരാ, എന്റെ പരിക്കൻ പല്ല് തട്ടി നിന്റെ മൃദുലമായ കാല് വേദനിച്ചോ? എന്റെ പരിക്കൻ പല്ല് തട്ടി മൃദുലമായ നിന്റെ കാല് വേദനിച്ചോ? അതാണ് മതം. മതം അക്രമമല്ല. അല്ല അല്ല. ഞാൻ നിങ്ങളെ ഒരു യുദ്ധം, ഇസ്ലാമിന്റെ യുദ്ധം, ആ യുദ്ധത്തിൽ കുറച്ച് കുട്ടികൾ കൊല്ലപ്പെട്ടു. ഓർക്കണം, കുറച്ച് കുട്ടികൾ കൊല്ലപ്പെട്ടു. പ്രവാചകൻ ശുഭിതനായി. ആരാണ് ഈ കുട്ടികളെ കൊന്നത് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അപ്പൊ അവര് പറയാണ്, എല്ലാ കാലത്തും ഉണ്ട് വർഗീയവാദികള്, എല്ലാരെ കൂട്ടത്തിലുണ്ട് വർഗീയവാദികള്, അറിവില്ലായ്മ കൊണ്ട് പറയുന്നവര്. പ്രവാചകന്റെ അനുചരന്മാരും വർഗീയമായി ചിന്തിച്ച ഒരു നിമിഷം അവർ പറഞ്ഞത്, നബിയെ അത് ബൗദ്ധൈവ വിശ്വാസികളുടെ കുട്ടികളല്ലേ? ബൗദ്ധൈവ വിശ്വാസികളുടെ കുട്ടികൾ കൊല്ലപ്പെട്ട ഏതുപോലെ? ഫലസ്തീനിലെ പിഞ്ചു പൈതങ്ങൾ കൊല്ലപ്പെടുമ്പോ രഞ്ജിത്ത് പണിക്കർ അറമാദിക്കുന്ന പോലെ, സീരവിചന്ദ്രൻ അറമാദിക്കുന്ന പോലെ, RV ബാബു അറമാദിക്കുന്ന പോലെ, ആരിഫ് ഹുസൈൻ അറമാദിക്കുന്ന പോലെ ചെറിയ കുട്ടികൾ കൊല്ലപ്പെടുമ്പോ അത് മാപ്പിളാര കുട്ടികളല്ലേ? അതിനെ നബീനോടും ചോദിച്ചത്, അത് ഹിന്ദുവിന്റെ കുട്ടിയല്ലേ, ക്രിസ്ത്യാന്റെ കുട്ടിയല്ലേ? പ്രവാചകന്റെ മുഖം ഉറുമാമ്പഴം പോലെ ചുവന്നു തുടുത്തു. പ്രവാചകനെ പഠിക്കണം. പ്രവാചകൻ എന്താ പറഞ്ഞത്? കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. എടോ, ഹിന്ദു കുട്ടി, മുസ്ലിം കുട്ടി, ക്രിസ്ത്യൻ കുട്ടി എന്നൊന്നുമില്ല. എല്ലാം മനുഷ്യ കുട്ടിയാണ്, പരിശുദ്ധരാണ്. ഞാൻ ഒന്നുകൂടി പറയാം. ശശികല ടീച്ചറുടെ, എനിക്ക് പരിചയമുള്ള ഒരു ടീച്ചറാ, അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, ഞങ്ങൾ ഒന്നിച്ചൊരേ വേദിയിൽ സംവാദം നടത്തിയവരാണ്. ഫെബ്രുവരി 2 കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ്. ഒരേ ഒരു കാര്യം, ശശികല ടീച്ചർക്ക് ഒരു കുഞ്ഞുണ്ടായി, എന്റെ മോൾക്കും ഒരു കുഞ്ഞുണ്ടായി. ആ 2 കുഞ്ഞും പരിശുദ്ധരാണ്. ഒരു പ്രവാചകൻ ലോകത്തെ പഠിപ്പിക്കുകയാണ്. ഇനി പറ, എന്നിട്ട് ആ പ്രവാചകൻ പറഞ്ഞു, ആ പരിശുദ്ധമായ കുട്ടിയില്ലേ, ആ കുട്ടീനെ പിന്നെ കേടെടുത്തുന്നത് അച്ഛനും അമ്മയും നാട്ടുകാരുമാണ്.
ഇനി ഞാൻ എപ്പോഴും തോന്നുന്നൊരാശയം ഞാൻ പല സദസ്സിൽ പറഞ്ഞിട്ടുണ്ട്, കുറെ കാലമായിട്ട് പറയാതെന്നാ. ഒരു 50 കുട്ടി, ചെറിയ 50 കുട്ടികളെ ഹിന്ദു സമുദായത്തിൽ നിന്ന് എന്റെ കയ്യിൽ ഏൽപ്പിക്കുക, 50 മുസ്ലിം കുട്ടികളെ ഏൽപ്പിക്കുക, 50 ക്രിസ്ത്യൻ കുട്ടികളെ ഏൽപ്പിക്കുക. എന്നിട്ട് അവരെ ഒരു സ്ഥലത്ത് താമസിപ്പിക്കുക. അങ്ങോട്ട് ഹിന്ദു പണ്ഡിതനും പ്രവേശനമില്ല, മുസ്ലിം പണ്ഡിതനും പ്രവേശനമില്ല, ക്രിസ്ത്യാനിക്കും പ്രവേശനമില്ല. ആ കുട്ടികളെ നല്ല നിലക്ക് നോക്കുക. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ആ 150 കുട്ടികൾ മുസ്ലിങ്ങളായിരിക്കും. അതിൽ ഹിന്ദു ഉണ്ടാവില്ല, ക്രിസ്ത്യാനി ഉണ്ടാവില്ല, മുസ്ലിമേ ഉണ്ടാവും. എന്താ മുസ്ലിം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് കീഴുതുങ്ങുന്നവൻ, അല്ലാണ്ട് മാപ്പിളാരി ബഷീർ സുബൈർ എന്നുള്ള അർത്ഥത്തിലല്ല, മനുഷ്യൻ എന്ന അർത്ഥത്തിൽ, മനുഷ്യൻ എന്ന അർത്ഥത്തിൽ. നമ്മളാണ് കേടുവരുത്തുന്നത്. ഹിന്ദുവിനാണെങ്കിലും മുസ്ലിമിനാണെങ്കിലും ക്രിസ്ത്യാനാണ്. ഞാൻ ആ കൂടുതലൊരു കാര്യം പറയാം. മദ്രസ, മുസ്ലിങ്ങൾക്ക് മദ്രസയുണ്ട്. ഈ മദ്രസ പുസ്തകം കണ്ട എത്ര മുസ്ലിങ്ങളുണ്ട്? രഞ്ജിത്ത് മണിക്കരെ കുറിച്ചൊന്നുമല്ല കേട്ടോ, ശ്രീജിത്ത് മണിക്കരെ കുറിച്ചൊന്നുമല്ല, അല്ല, അതിന് നന്നാൻ സാധ്യതയല്ല. അത് ചില സംഗതി ഇട്ടി ടേസ്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ, പിന്നെ ആ റൂട്ടിലും പോകും. കണ്ടാ നല്ല ചൊർക്കനാ, സാധനം പോക്കാ. പറയുന്നറിയോ, ഒരു 50 ലക്ഷം കുട്ടികളൊക്കെ കൊല്ലപ്പെട്ടാൽ നമുക്ക് പറയാം ഇസ്രയേൽ ഭീകരരാഷ്ട്രം. അപ്പൊ മൂപ്പർക്ക് അത്രയും പേര് കൊല്ലപ്പെട്ടാലേ ഭീകരതയാവും. അത് പച്ച മലയാളത്തിൽ ചാനൽ വന്നിട്ട് വിളമ്പുക, എന്നിട്ട് അത് കേൾക്കാൻ 1 ലക്ഷം 1.5 ലക്ഷം കഴുതകള്. ഞങ്ങളോട് പറയട്ടെ, ഹിന്ദു മുസ്ലിം നോക്കിയല്ല പറയുന്നത്, വിവരക്കേട് കേൾക്കാൻ ആളുകളുടെ എണ്ണം കൂടുന്ന കാലം, വണ്ണം കൂടുന്ന കാലം, വിവരമുള്ളവർക്ക് ചാൻസ് ഇല്ലാത്ത കാലം. ഞാനൊക്കെ അനുഭവിക്കേണ്ട ദുഃഖം എല്ലായിടത്തും പരക്കെ. ജ്ഞാനമുള്ളവർ തള്ളപ്പെട്ടു, സുഖിപ്പിക്കുന്നവർക്ക് രക്ഷ കിട്ടുന്ന ലോകം. ചിന്തിച്ചോളി നിങ്ങൾ, ജീവിതം ദുനിയാവിൽ ഒന്നേ, പിന്നെ ദൈവസന്നിധിയില്ല. പക്ഷെ ഇവിടെ വെച്ച് ജീവിക്കുമ്പോൾ ഓർക്കണം, ഇതൊക്കെ മനുഷ്യരാണ്, എല്ലാവരും മനുഷ്യരാണ്. അറിവ് കുറവുണ്ടാവും, കൂടുതലുണ്ടാവും, ട്രീറ്റ് ചെയ്യണം. അതിന്റെ ഭാഗമായിട്ട് തന്നെ പറയുന്നത് ഇസ്ലാമിലെ ദൈവവിശ്വാസം എന്താ, ഖുർആൻ ദൈവത്തെ കുറിച്ച് എന്താ പറയുന്നത്. ഞാൻ ഇന്നലെ ഒരാളോട് സംസാരിച്ചു, യുക്തിവാദികളും ക്രിസ്ത്യാനികളും ഒക്കെ ആയിട്ട് മറുപടിക്ക് മറുപടിയും ഒക്കെ പറയുന്ന ഒരു സാധുവാണ് ഞാൻ. അങ്ങനെ വിചാരിച്ചാൽ ദുഷ്ടൻ എന്ന് പറയുന്നവരുണ്ട്, ഭീകരവാദി എന്ന് പറയുന്നു, ഒരു കുഴപ്പമില്ല. നിങ്ങൾ പറഞ്ഞോളി, ഞാനതല്ല എന്ന് എനിക്കറിയാവുന്ന കാലത്തോളം ഞാനതല്ല. ഞാൻ മുട്ടുസൂചി കൊണ്ട് പോലും ഒരുത്തനെ കുത്തിയിട്ടില്ല. എന്താ പ്രശ്നം? ഞാൻ ജീവിതത്തിൽ ഒരു പടക്കം പോലും പൊട്ടിച്ചിട്ടില്ല, പിന്നല്ലേ ബോംബ് പൊട്ടിക്കണത്. പടക്കം പൊട്ടിച്ച് പഠിക്കുമ്പോഴാണ് ബോംബ് പൊട്ടിച്ചും പഠിക്കുക. അത് രണ്ടും ഇല്ലാത്ത ആളാണ് ഞാൻ, രണ്ടിനും എതിരാ. കൊണ്ടോട്ടി നേർച്ച പൊട്ടുന്ന പടക്കവും ക്ഷേത്രത്തിൽ പൊട്ടുന്ന പടക്കവും വിവരക്കേടാന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് അമ്പലത്തിന്റെ ഉള്ളിൽ കയറി പറഞ്ഞ ആളാണ് ഞാൻ, അമ്പലത്തിന്റെ ഉള്ളില്. ഞാനൊരു സംഭവം കൂടി പറഞ്ഞിട്ടുണ്ട് അവിടെ, ഞാൻ വീണ്ടും പറയാൻ. ഒരു മകൻ 1000 റുപ്യ കൊടുത്ത് അച്ഛൻ മകന്റെ കയ്യിൽ 1000 റുപ്യ എടുത്ത്. മകൻ എന്ത് ചെയ്ത്, അത് കീറിപ്പറിച്ചങ്ങ് എറിഞ്ഞാളി. 1000-നോട് കീറിയിട്ടങ്ങ് എറിഞ്ഞാളി. കുറെ കൊല്ലങ്ങൾക്ക് മുമ്പാ. അപ്പൊ അച്ഛൻ ഒരൊറ്റടി ചെവിക്കുട്ടിക്ക് നോക്കിയാൽ അടിച്ച്. മകൻ നല്ല ബുദ്ധിയുള്ള ആളാണ്. അപ്പൊ ആ കുട്ടി പറഞ്ഞു, അച്ഛനത്തിൽ എന്നെ തല്ലിയത് 1000 റുപ്യ കീറിയിട്ട്. അച്ഛാ, ഈ 1000 റുപ്യ നിങ്ങൾ എന്റെ കയ്യിൽ എന്തിനാ തന്നത്? പീടിയെ പോയിട്ട് പടക്കം വാങ്ങിയിട്ട് 1 മിനിറ്റ് കൊണ്ട് പൊട്ടിക്കാൻ. നിങ്ങൾ ചെയ്യുന്ന പണി അതല്ലേ, ഞാൻ കുറച്ച് നേരത്തെ ചെയ്ത്. നിങ്ങൾ 1000 റുപ്യ പൊട്ടിച്ചാണ് ചെയ്യുന്നത്, ഞാൻ 1000 റുപ്യ കീറി. അച്ഛൻ നിങ്ങളും ഞാനും ഒരേപോലെയാ, എന്നേക്കാൾ കുറച്ചുകൂടി മോശങ്ങളാ. ഞാൻ എന്റെ പ്രിയപ്പെട്ട ഹിന്ദുക്കളോട് പടക്കം പൊട്ടൽ മതത്തിലുള്ളതല്ല. അല്ല അല്ല, ഹിന്ദു മതത്തിന്റെ ഗ്രന്ഥം ഞാൻ ഇവിടെ കൊണ്ടക്കാം. ഒരു വരി നിങ്ങൾ തെളിയിക്കി, പടക്കം പൊട്ടൽ മതാണ്. പടക്കം പൊട്ടിച്ചു തുടങ്ങിയിട്ടാണ് നമ്മൾ വലിയത് പൊട്ടിക്കാൻ തുടങ്ങി. മനസ്സിലായിക്കൂടെ? ഹിന്ദു ആയാലും മുസ്ലിം ആയാലും പൊട്ടരുത്. എവിടെ ആർക്കും പേടി ഉണ്ടാക്കരുത്. ഒരു കുട്ടിയും തൊട്ടിലിൽ നിന്ന് ഞെട്ടി എണീക്കരുത് പടക്കത്തിന്റെ ശബ്ദം കേട്ടിട്ട്. 5000 വർഷത്തിന്റെ പഴക്കാണ് സനാതന ധർമ്മത്തിന്. പടക്കം കണ്ടെത്തിയിട്ട് 200 അല്ലായിട്ടേ ഉള്ളൂ. 200 കൊല്ലം മുമ്പ് കണ്ടെത്തിയ സാധനം എങ്ങനെ മതായി? 5000 കൊല്ലത്തിന്റെ പഴക്കമുള്ള മതത്തിൽ 200 കൊല്ലത്തിന് എങ്ങനെ ആഡ് ചെയ്തു? കച്ചവടമാണ്, വ്യവസായമാണ് മതം. ഇന്ന് വ്യവസായമാണ്. നേരെ മറിച്ച് മതം പറഞ്ഞാൽ എന്തറിയോ? ഇതിനെ നന്നാക്കുന്നതിന്റെ പേരാ മതം. എവിടെ ഇത് ഏതാ ഇത്? ഹൃദയം അല്ലേ? ഹൃദയം കൊണ്ടെഴുതുന്ന കവിത, പ്രണയാമൃതം അതിൻ ഭാഷ. പാട്. ഹൃദയം കൊണ്ടാണ് കവിത എഴുതുക. യുക്തിവാദികൾ പറയും ഹൃദയോ തലച്ചോറാണ്. ഞങ്ങൾ ഇങ്ങനെ പഠിക്കോ, തല കൊണ്ടെഴുതുന്ന കവിത ഉണ്ടോ? ഹൃദയം നമ്മൾ പറയും ബൈ ഹാർട്ട് എന്നല്ല, ബൈ ഹാർട്ട്. ഞാൻ എന്റെ ഹൃദയത്തെ തൊട്ട് പറയുന്നു, ഞാൻ എന്റെ തലയെ തൊട്ട് പറയുന്നു എന്നല്ല.
വിവരമില്ല എന്നുള്ള വിവരമില്ല, വിവരക്കേടിന് അലങ്കാരമാക്കുക. അതാണ് ഈ യുക്തിവാദി, യുക്തിക്ക് വാദം പിടിച്ചവൻ. മനസ്സിലാക്കുക. നമ്മളെന്താ പറയല്? ഹൃദയമാണ്. ഏത് പാട്ടും നിങ്ങൾ എടുത്തോ, പ്രാണസഖി പാടിയപ്പോഴും ഹൃദയമാണ്. നീ എന്റെ ഹൃദയത്തിലുണ്ട്, നീ എന്റെ നെഞ്ചിലുണ്ട്. അതിന് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ആശ്ചര്യമത് ഭഗവത്ഗീതയുടെ 4-ാം അധ്യായം ആത്മാവിനെ കുറിച്ചാണ്, മനസ്സിന്റെ ശുദ്ധിയെ കുറിച്ചാണ്. മനസ്സ് നന്നാവണം. അതിന് വേദം ഒരിക്കലും നമുക്കെതിരല്ല. അല്ല, മദ്രസയിലെ ഒരു പുസ്തകത്തിലും ഹിന്ദുവിനെ വെറുക്കാൻ പഠിപ്പിക്കണില്ല എന്ന് മാത്രമല്ല, ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയും മനുഷ്യരായിട്ടാണ് പഠിപ്പിക്കുന്നത്. അവരൊക്കെ ഒരച്ഛൻ്റെ അമ്മയുടെ മക്കളാണ്. ആദം ഹവ്വ ദമ്പതികളുടെ മക്കളാന്ന് പറയാൻ ഇസ്ലാമിന് എന്തോ പണിയുണ്ടോ? നിങ്ങൾ ചിന്തിക്കൂ. 2 ലോകമഹായുദ്ധം നടത്തിയ മുസ്ലിങ്ങളാ? ഗാന്ധിജിനെ കൊന്ന മുസ്ലിമാ? രാജീവ് ഗാന്ധിനെ കൊന്ന മുസ്ലിമാ? ആണോ? പറ. ഇന്ദിരാഗാന്ധിയെ കൊന്ന മുസ്ലിമാ? പറയടോ. ബാബരി മസ്ജിദ് പൊളിച്ച മുസ്ലിമാ? 2000-ഓളം ആളെ ഗുജറാത്ത് കൊന്ന മുസ്ലിമാ? സംജോത സ്ഫോടനം നടത്തിയ മുസ്ലിങ്ങളാ? മക്ക സ്ഫോടനം നടത്തിയ മുസ്ലിങ്ങളാ? 10-20 കൊല്ലം കഴിഞ്ഞിട്ട് തെളിവ് അതൊന്നും മുസ്ലിങ്ങളല്ല. എന്നാലും പറയൂ, അടുത്ത ആഴ്ച എവിടെങ്കിലും ഒരു പൊട്ട് കേട്ടാൽ അത് മുസൽമാനാണ്, ഒരു പടക്കം പോലും പൊട്ടിക്കാത്ത മുസൽമാനാണ്, ആറ്റം ബോംബിട്ട് എന്ന് പറയുന്ന നുണ. അതുകൊണ്ട് ഞാൻ എന്റെ വിനീതമാണ്, ഞാനിങ്ങനെയാണോ? മനസ്സിന്റെ ഉള്ളിലുള്ള സത്യം ഇങ്ങനെ തിളച്ചു മറിയും. ഏത് വേദിയിൽ അതിങ്ങനെ രാഗിയാല് അങ്ങനെ രാഗി മിനിക്കാൻ പറ്റിയ ഒന്നല്ല. അത് രാഗി മിനുക്കി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ 53 വയസ്സിനിടയിൽ വേദഗ്രന്ഥത്തെ മുന്നിൽ വെച്ച് ഞാനൊരു 100 തലമുറ ഇനിയും അന്ന് എന്നെ സൃഷ്ടിച്ചാലും വായിച്ചാൽ തീരാത്ത ബുക്ക് എൻ്റെ അടുത്തുണ്ട്. കഴിയില്ല തീർക്കാൻ. പക്ഷെ അറിഞ്ഞ അറിവ് വെച്ച് ഞാൻ നിങ്ങളോട് പറയാണ്, നമ്മൾ തല്ലേണ്ടവരല്ല കേട്ടോ. അല്ല, തല്ലേണ്ടവരോ കൊല്ലേണ്ടവരോ അല്ല. നിങ്ങൾക്കറിയോ ഖുർആൻ ദൈവത്തെ പരിചയപ്പെടുത്തുന്നത്? അവലംബങ്ങളില്ലാതെ ആകാശത്തെ നാട്ടി നിർത്തിയ ദൈവം, ഭൂമി നിങ്ങളെയും കൊണ്ട് ഇളകാതിരിക്കാൻ പർവ്വതങ്ങളെ മൗണ്ടൈൻസിനെ ആണികളാക്കിയ ദൈവം, ആകാശത്തുനിന്ന് മഴ ചൊരിഞ്ഞു തരുന്ന ദൈവം. അത് പറയുമ്പോൾ ഞാൻ സിമ്പിൾ ചോദ്യം ചോദിച്ചോട്ടെ. ഈ ദശരഥ മഹാരാജാവ് പുത്രകാമേഷ്ടി യാഗം നടത്തി. യാഗത്തിന്റെ അന്തിമഘട്ടത്തിൽ ശൃംഗമുനി പായസാന്നം നൽകി. കൈകേയി, കൗസല്യ, സുമിത്ര മൂവരും പായസാന്നം ഭുജിച്ച് കൗസല്യയുടെ പുത്രനായി ശ്രീരാമൻ ജനിച്ചു. സമ്മതിച്ചോ? RSS സമ്മതിച്ചോ? ഹൈന്ദവര് സമ്മതിച്ചോ? ശരി, എന്റെ ചോദ്യം എത്രയേ ഉള്ളൂ, സിമ്പിൾ. ശ്രീരാമൻ ജനിക്കുമ്പോ ദശരഥ മഹാരാജാവ് ഉണ്ടോ? ഉണ്ട്. അവരെ ആര് സൃഷ്ടിച്ചു? ശ്രീരാമനല്ലാന്ന് ഉറപ്പല്ലേ? കൗസല്യ ഉണ്ടോ? ഉണ്ട്. ആകാശം ഉണ്ടോ? ഉണ്ട്. ഭൂമി ഉണ്ടോ? ഉണ്ട്. സർവ്വചരാചരങ്ങളുണ്ടോ? ഉണ്ട്. കാനനങ്ങൾ ഗർജിക്കുന്ന സിംഹമുണ്ടോ? ഉണ്ട്. ആഴിയിൽ നീന്തി തുടിക്കുന്ന മത്സ്യമുണ്ടോ? ആകാശത്തിന്റെ അനന്തതയിൽ വട്ടമിട്ട് പറക്കുന്ന പക്ഷികളുണ്ടോ? ആമസോൺ കാടുകളിൽ ഗർജിക്കുന്ന സിംഹങ്ങളുണ്ടോ? ഉണ്ട്. ചിഹ്നം വിളിക്കുന്ന ആനയുണ്ടോ? ഉണ്ട്. ഹീൽ മത്സ്യങ്ങളുണ്ടോ? ഉണ്ട്. ആർട്ടിക് ഉണ്ടോ? ഉണ്ട്. കൊണാർക്ക് ചിത്രശമങ്ങളുണ്ടോ? ഉണ്ട്. തേനീച്ചുണ്ടോ? ഉണ്ട്. എങ്കിലും ഒറ്റ ചോദ്യം, ശ്രീരാമനില്ലാത്ത കാലത്ത് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതിനെ സൃഷ്ടിച്ചത് ആരാ? സിമ്പിൾ. യേശു ജനിക്കുന്നതിന് മുമ്പ് ആകാശവും ഭൂമിയും ഉണ്ടെങ്കിൽ, സൂര്യനും ചന്ദ്രനും ഉണ്ടെങ്കിൽ, ഈ പ്രപഞ്ചത്തെ ആര് സൃഷ്ടിച്ചു? ആമിന ബീവിയുടെ മകനായി, അബ്ദുള്ളയുടെ പുത്രനായി മുഹമ്മദ് നബി ജനിക്കുമ്പോ ക്രിസ്തു മതം ഇവിടെ ഉണ്ട്, ജൂതമതം ഇവിടെ ഉണ്ട്, സനാതന ധർമ്മം ഇന്ത്യയിലുണ്ട്. എന്റെ ചോദ്യം, അമ്പലമില്ലാത്ത കാലം ഉണ്ടായിരുന്നോ? അമ്പലമില്ലാതെ ആൽത്തറയിൽ വായുന്ന ഓങ്കാരമൂർത്തി ഓച്ചിറയിൽ. അവിടെ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രസിദ്ധമായ 50 മിനിറ്റ് എന്റെ ജീവിതത്തിൽ ഓച്ചിറ ക്ഷേത്രത്തിലെ ആ പ്രസംഗം, 1000 ആളുകൾക്ക് വെളിച്ചുണ്ടാക്കിയ പ്രസംഗം, അഭിമാനിക്കുന്ന പ്രസംഗം. ആ പ്രസംഗത്തിലും ഈ ഉള്ളവൻ പറഞ്ഞ ഒറ്റ കാര്യമാണ്, അമ്പലമില്ലാത്ത കാലത്ത്, ക്ഷേത്രമില്ലാത്ത കാലത്ത്, കഅബാലയില്ലാത്ത കാലത്ത്
ബൈത്തുൽ മുഖദ്ദസ് ഇല്ലാത്ത കാലത്ത്, മീനാക്ഷി ക്ഷേത്രമില്ലാത്ത കാലത്ത്, രാമന്റെ ക്ഷേത്രമില്ലാത്ത കാലത്ത് മനുഷ്യനുണ്ട് ബാല. മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് ഭൂമി ഉണ്ട് ബാല. ബഷീറെ, മനുഷ്യരുണ്ടാകുന്നതിന് മുമ്പ് കടലുണ്ട്. ഒരേ ഒരു ഒറ്റ മിനിറ്റ് കൊണ്ട് ദൈവവിശ്വാസം പറയുന്നത്, ഒറ്റ മിനിറ്റ് കൊണ്ട് ദൈവവിശ്വാസം. എന്താ ഇതെല്ലാം ഉണ്ടാകുന്നതിന് മുമ്പ് ദൈവമുണ്ട്. ഉൽപ്പത്തി പുസ്തകം മാലാഖ്യ മുതൽ 39 പുസ്തകങ്ങൾ, പഴയ നിയമം. അതിൽ പറയുന്നത് അറിയോ? കർത്താവ് പറയാണ്, ഞാനാണ് സർവശക്തനായ ദൈവം, നീ എന്റെ മുമ്പാകെ നടക്കുക. ഉൽപ്പത്തി പുസ്തകം 17:4. തീർന്നില്ല. കർത്താവ് അരുളി ചെയ്തു, കാരുണ്യവാനും അത് കാരുണ്യവും പ്രസാദവുമുള്ള ദൈവം അവൻ ഏകനാകുന്നു, ക്ഷമയും അചഞ്ചലതയും വിശ്വസ്തതയും നിറഞ്ഞവനാകുന്നു, ആയിരങ്ങളോട് അചഞ്ചല സ്നേഹമുള്ളവനാകുന്നു, പാപങ്ങൾ പൊറുക്കുന്നവനാകുന്നു. പുറപ്പാടിന്റെ 34:6-7 വാചകമാണ്. തീർന്നില്ല. ഷമ്മ ഇസ്രായേല അഡോണയ എലോഹിം അഡോണയ. ഇവിടെ ആവർത്തന പുസ്തകം പറയും 6-4 ദൈവേകനാണ്. നിങ്ങളൊരു വാചകം കേട്ടോട്ടോ, ത്വമേകം. ഈ ഏകം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിച്ചോ. ത്വമേകം ശരണ്യം, ത്വമേകം വരണ്യം, ത്വമേകം ജഗത് കാരണം വിശ്വരൂപം, ത്വമേകം ജഗത് കർത്തൃ പാതൃ പ്രകൃതൃ, ത്വമേകം പരം നിശ്ചലം നിർവികൽപ്പം. 5 തവണ ദൈവ ഏകനാം. 30 മുക്കോടി ഉണ്ട് എന്നല്ല, ഒറ്റ ദൈവം ഏകം. സത് ബഹുദാ വിപ്രാവദന്തി യോ ദേവാനാം നാമദ ഏകേവ യക്ഷുഷാന പശ്യതി യേന ചക്ഷുംഷി പശ്യതി തദേവ ബ്രഹ്മത്വം വിദ്ധി നേതം യേതി തം ഉപാസതേ യശ്രോത്രേണ ന ശൃണോതി ശ്രോത്രമിദം ശ്രുതം തദേവ ബ്രഹ്മത്വം വിദ്ധി നേതം യേതി തം ഉപാസതേ. എന്താ പറയുന്നത് അറിയോ? ഭക്ത, ഏതൊരു ബിംബത്തിന്റെ മുമ്പിലാണോ നീ നിൽക്കുന്നത്? കേനോപനിഷത്താണ്, പ്രഥമവല്ലി 6-7 ശ്ലോകമാണ്. ഭക്ത, ഏതൊരു ബിംബത്തിന്റെ മുമ്പിലാണോ നീ നിൽക്കുന്നത്, അത് നിന്റെ ദൈവമല്ല. സാക്ഷാൽ ദൈവത്തിന് ബിംബല്ല. യജുർവേദം, ഞാൻ കള്ളം പറയില്ല, പറയാറില്ല, പറയണമെന്ന് പറഞ്ഞാലും പറയാറില്ല, പറയണമെന്ന് പ്രസ്ഥാനങ്ങൾ പറഞ്ഞാലും പറയില്ല, സത്യം പറയരുതെന്ന് പറഞ്ഞാലും പറയാതിരിക്കില്ല. കാരണം എന്റെ ഖബറിൽ അവരാരും ഉണ്ടാവില്ല, എന്റെ ഖബറിൽ അവരാരും ഉണ്ടാവില്ല, എന്റെ രക്ഷക്ക് മരണാനന്തരം അവരാരും എത്തില്ല. അതുകൊണ്ട് സത്യം പറയാം. ഇനി കേട്ടോ, നിങ്ങള് കേട്ടോളൂ. വേദഗ്രന്ഥം പറയാം, യജുർവേദം 32-ാം അധ്യായം, യജുർവേദം 32-ാം അധ്യായം 3-ാമത്തെ ശ്ലോകം. ദൈവത്തിന് പ്രതിമയില്ല. ഹൈന്ദവർക്ക് പ്രതിമ ഉണ്ടോ? ഉണ്ട്. എന്തേ? നിങ്ങൾ വേദം അംഗീകരിച്ചവരല്ല. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾ വേദം സ്വീകരിച്ചിട്ടില്ല. ഇന്ത്യയിലെ ഒരു സ്വാമിജിയും വേദം അംഗീകരിച്ചിട്ടില്ല. വേദത്തിൽ ബിംബല്ല. ഈ ലൈറ്റ് ഓഫ് ട്രൂത്ത്, സത്യാർത്ഥ പ്രകാശം, സ്വാമി ദയാനന്ദ സരസ്വതി, ആര്യ സമാജത്തിന്റെ സ്ഥാപകൻ, അദ്ദേഹം പറയുന്നറിയോ? വിവരമില്ലാത്തവരെ ബിംബം വെക്കൂ. ഞാൻ പറഞ്ഞല്ലോ, എന്നോട് ദേഷ്യം പിടിക്കണ്ട, വിവരമുള്ളവരെ വെക്കൂല. ബൈബിൾ എന്താ പറയുന്നറിയോ? ബൈബിൾ എന്താ പറയുന്നറിയോ? മിസ്രീം ദേശത്തു നിന്നും, അടിമ ഭവനത്തിൽ നിന്നും നിന്നെ കൊണ്ടുവന്നവനായ ഞാനാകുന്നു നിന്റെ കർത്താവ്. മേലെ ഭൂമിയിലെങ്കിലും താഴെ വെള്ളത്തിനടിയിലെങ്കിലും ഒന്നിന്റെയും പ്രതിമ അരുത്. എന്നിട്ടാണ് യേശുവിന്റെ പ്രതിമ വെച്ച്, കന്യാമറിയമിന്റെ പ്രതിമ വെച്ച്. നിങ്ങൾക്കൊരു കാര്യം കേൾക്കണം, ഹൈന്ദവ വേദം മുഴുവനും പറഞ്ഞു പ്രതിമ പാടില്ല, ക്രൈസ്തവ വേദം പറഞ്ഞു പ്രതിമ പാടില്ല, ഖുർആൻ എന്തായാലും പറഞ്ഞു. വിനീതമായി മട്ടന്നൂരോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഹൈന്ദവ വേദം പറഞ്ഞ് സ്വീകരിക്കാൻ ഹിന്ദുക്കൾ തയ്യാറായില്ല, ക്രൈസ്തവ വേദം പറഞ്ഞ് സ്വീകരിക്കാൻ ക്രിസ്ത്യാനികൾ തയ്യാറായില്ല, ഖുർആൻ പറഞ്ഞത് സ്വീകരിക്കാൻ മുസ്ലിങ്ങൾ മുഴുവനും തയ്യാറായി. വിഷയം ആർക്കാ? ആരുടെ വിഷയ? ഞാൻ ചോദിച്ചോട്ടെ, ശ്രീരാമന്റെ പ്രതിമ ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. ശ്രീകൃഷ്ണന്റെ ഉണ്ടോ? ഉണ്ട്. ഉണ്ട്. ശ്രീനാരായണ ഗുരുവിന്റെ ഉണ്ടോ?
ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്ന് പറഞ്ഞ ആ മഹാന്റെ പ്രതിമ ഉണ്ടോ? ഉണ്ടോ? മുഹമ്മദ് നബീന്റെ പ്രതിമ ഉണ്ടോ? പൊക്ക് കൈ ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് എന്താ ഗുണം എന്ന് ചോദിക്ക്. ആ പ്രതിമ ഒരു ഹിന്ദു തകർക്കൂല. അതുകൊണ്ട് തന്നെ 10 ഹിന്ദുക്കളെ മുസ്ലിങ്ങൾക്ക് കൊല്ലേണ്ടി വരില്ല. ഒറീസയില് ക്രിസ്ത്യാനികളുടെ ബിംബം തകർത്തു. അവിടെ ഹിന്ദു മുസ്ലിം ഏറ്റുമുട്ടി. ഇസ്ലാമിന്റെ പേരില ഇല്ല. ഒരു ബിംബം തകർക്കപ്പെട്ടിട്ട് മുസ്ലിമിനും ക്രിസ്ത്യാനിക്ക് തെറ്റേണ്ടി വരില്ല. ഏത് മതം വേണം, ഏത് ദർശനം വേണം, ചിന്തിക്ക്, പഠിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. സ്വയം പഠിക്കാനും പഠിപ്പിക്കാനും ഞങ്ങൾ തയ്യാറാണ്. ഇല്ല മനുഷ്യരെ, ഇല്ല. ഇനി സ്ത്രീ, ആരാ സ്ത്രീ? ഖുർആനിൽ ആരാ സ്ത്രീ? എല്ലാരും പറയാണ് ഇസ്ലാമിലെ സ്ത്രീ അടിമയാണ്. ഇസ്ലാമിൽ പെണ്ണിനുള്ള സ്വാതന്ത്ര്യം വേറെ എവിടെ ഉണ്ടോ? ലളിതമായി ചോദിക്കണ്ടോ? പെണ്ണിന് ഹിന്ദു മതത്തിൽ സ്വത്തവകാശം എത്രയാ? പറ. പെണ്ണിന് ഹിന്ദു മതത്തിൽ സ്വത്തവകാശം എത്രയാ? പ്രവാചകൻ വരുന്ന കാലത്ത് പെണ്ണിന് സ്വത്തവകാശം ഇല്ല. അന്നില്ലേ ഇല്ല. അന്നാ പ്രവാചകൻ പറയുന്നത് പെണ്ണിന് സ്വത്തിൽ അവകാശമുണ്ട്. എത്ര? പുരുഷന്റെ പാതി. അപ്പൊ ചോദിക്കുക, എന്താ പാതി? നീതി ഉണ്ടോ? അതാ നീതി. പാതിയാ നീതി. ചെങ്ങൈമാരെയോ രണ്ടാള് വരുന്നു. ഒരാള് 1/2 ലോഡ് മണൽ വാരിയിടുന്നു, ഒരാള് 1 ലോഡ് മണൽ വാരിയിടുന്നു. രണ്ടാൾക്ക് ശമ്പളം തുല്യ ആണോ? തലച്ചോറുണ്ടെങ്കിൽ പറ, തലച്ചോറ് ഇല്ലെങ്കിൽ മിണ്ടല്ല. തലച്ചോറുണ്ടെങ്കിൽ പറ. അതായത് എനിക്ക് 11 മക്കളുണ്ട്. എനിക്ക് 11 മക്കളുണ്ട്. 2 ഭാര്യയുണ്ട്. 11 മക്കളുണ്ട്. ഞാന് എന്റെ 2 ഭാര്യയെയും 11 മക്കളെയും പോറ്റേണ്ട ചുമതല എനിക്കുണ്ട്. എന്റെ 4 പെങ്ങന്മാരെ ഞാൻ സംരക്ഷിക്കണം. എന്റെ ഉപ്പമാരെ ഞാൻ സംരക്ഷിക്കണം. ശരി, ഞാനൊന്ന് ചോദിച്ചോട്ടെ, എനിക്കാണോ പൈസ കൂടുതൽ വേണ്ടത്? എന്റെ ഭാര്യ MR B.Ed കഴിഞ്ഞ പെൺകുട്ടിയാണ്. അവൾക്ക് എന്നെ നോക്കേണ്ട ബാധ്യത അല്ല. എനിക്ക് പണം വേണ്ട. എന്റെ ഡ്രസ് അവള് വാങ്ങി തരണ്ട. എനിക്ക് ബ്രഷ് അവള് വാങ്ങി തരണ്ട. എനിക്ക് വണ്ടി അവള് വാങ്ങി തരണ്ട. എനിക്ക് ഭക്ഷണം അവള് വാങ്ങി തരണ്ട. ഞാൻ വാങ്ങിക്കൊടുത്ത ഭക്ഷണം ഉണ്ടാക്കിയാൽ മതി. എന്റെ മകൾക്ക് ശമ്പളം കൊടുക്കണം, ഫീസ് കൊടുക്കണ്ട. ഞാൻ എന്റെ കുട്ടിക്ക് ഇന്നലെ ഇന്നായിട്ടും 3 ലക്ഷം രൂപ ഫീസ് കൊടുത്താളാ. 3 ലക്ഷം രൂപ. 11 കുട്ടികളുണ്ടാവും, അത് കൊടുത്താളാ. എന്റെ ഭാര്യനോട് 3 റുപ്യ ഞാൻ ചോദിച്ചിട്ടില്ല. ഇനി പറ, എനിക്ക് 50,000, എന്റെ ഭാര്യക്ക് 50,000. ഓളെ 50,000 തൊടേ വേണ്ട. അതൊക്കെ മാത്രം എടുക്കാം. എന്റെ 50 കൊണ്ട് ഞാനിതൊക്കെ ചെയ്യണം. നീതിയാണോ അനീതിയാണോ? ആണിനോടാണോ അനീതി, പെണ്ണിനോടാണോ അനീതി? തലച്ചോറ് പെരിച്ചായി തിന്നിട്ടില്ലെങ്കിൽ പറ. തലച്ചോറ് പെരിച്ചായി തിന്നിട്ടില്ലെങ്കിൽ പറ. ഏതാ ബുദ്ധി, ഏതാ യുക്തി? വിവരം കെട്ടവനായി ജീവിക്കണോ, വിവരമുള്ളവനായി ജീവിക്കണോ? ഖുർആനിൽ 78 സ്ഥലത്ത് ചിന്തിക്കാൻ പറഞ്ഞു. ചിന്തിക്കാത്തവൻ കഴുതയാന്ന് പറഞ്ഞു. ചിന്തിക്കാത്തവൻ പട്ടിയെ പോലെയാന്ന് പറഞ്ഞു. പട്ടിയേക്കാൾ മോശാന്ന് പറഞ്ഞു. ആര്? ചിന്തിക്കാത്തവൻ. ഇനി വിവാദം ഉണ്ടാക്കുന്നല്ലോ, ഞെരിഞ്ഞമരുന്ന ഹൃദയത്തിന്റെ മോചനത്തിന് വേണ്ടി ഒരു പോയിന്റ് പറയാൻ. അത് പറഞ്ഞ് അവസാനിപ്പിക്കും. 6:09 മഗ്‌രിബ്, 6:08 അവസാനിക്കും. അതുവരെ അനങ്ങണ്ട. കന്യാസ്ത്രീ, നിങ്ങൾക്ക് പേടിയുണ്ടോ? കന്യാസ്ത്രീകളെ പേടിയുള്ളവരൊന്ന് കൈവന്തിക്ക്. ഇല്ല. കന്യാസ്ത്രീയുടെ തട്ടം കാണുമ്പോ പേടി തോന്നുന്നുണ്ടോ? ഉണ്ടോ? അതേ തട്ടം മുസ്ലിമിന്റെ തലയെ കാണുമ്പോ പേടിയുണ്ടോ? ഉണ്ട്. എങ്കിൽ നിന്റെ തലച്ചോറ് പെരിച്ചായി തിന്ന്. അത് ശ്രീജിത്താണെ ഓന്റെ തലച്ചോറ് പെരിച്ചായി. ഇനി ഡോക്ടർ അരുൺകുമാർ ആണെങ്കിൽ ഓന്റെ തലച്ചോറ് പെരിച്ചായി. ഇനി വിദ്യാഭ്യാസ മന്ത്രി ആണെങ്കിൽ അയാളെ തലച്ചോറ് പെരിച്ചായി തിന്ന്. ആണെങ്കിൽ അവരാരും അല്ല എന്നതായിരിക്കും സത്യം. ചിന്തിക്ക്. ഇനി ഞാൻ ചോദിച്ചോട്ടെ, ശരിക്കും ചിന്തിക്കുകയാണെങ്കിൽ ഒരു കന്യാസ്ത്രീയെ കാണുമല്ലേ വെറുപ്പ് വേണ്ടത്, ന്യായമായി വേണ്ടത്? അതെന്താ? അതാരും ചിന്തിച്ചിട്ടില്ല. ആരും ചിന്തിക്കാത്തോടുകൂടി ചിന്തിച്ചു പോകുക എന്നുള്ള ഒരു ദുസ്വഭാവം എനിക്കുള്ളത് കൊണ്ട് ആ ദുസ്വഭാവം ഞാൻ ഇവിടെ പ്രകടിപ്പിക്കുകയാണ്. അതെന്താ? ഒരു സ്കൂളിന്റെ പ്രിൻസിപ്പൾ ആരാണ്? ഒരു കന്യാസ്ത്രീ. ആ സ്കൂളിന് എതിരായ, ശരിക്കും ചിന്തിച്ചോളി, ചിന്തിക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനം ഭൂമുഖത്തുണ്ടാകരുത്
എന്ന അന്ധവിശ്വാസം വിശ്വസിച്ച് അത് ജീവിതത്തിൽ നടപ്പാക്കിയ സ്ത്രീയാണ് ആ പ്രിൻസിപ്പൽ. മനസ്സിലായില്ല? ഇല്ല. പ്രിൻസിപ്പൾ എന്തിനാ? സ്കൂളിന്റെ പ്രിൻസിപ്പൾ ആരാ? സ്കൂളിൽ ആരാള് മനുഷ്യന്മാരെ? സ്കൂളില് കുട്ടികളെ എവിടുന്നുണ്ടായാലും പെണ്ണിന്റെ ഗർഭപാത്രത്തിൽ നിന്ന്. ഏത് പെണ്ണിന്റെ? കല്യാണം കഴിച്ച് ഗർഭിണിയാകുന്ന പെണ്ണിന്റെ. കന്യാസ്ത്രീക്ക് കല്യാണം ഉണ്ടാവും. സ്കൂളിലെ പ്രിൻസിപ്പൾ ആയത് കന്യാസ്ത്രീ. അവര് പറയും എനിക്ക് കുട്ടികളെ വേണോ? മൂപ്പത്തി പറയും എന്റെ കുട്ടികളെ വളർത്തണ്ട, എന്റെ കുട്ടികളെ കണ്ട ആരും പ്രിൻസിപ്പൾ ആകണ്ട. പേടിക്കേണ്ടത് ആരെയാ? സ്കൂള് പോലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു അന്ധവിശ്വാസം വിശ്വസിക്കുന്ന ഒരു സ്ത്രീയെ പേടിക്കരുത് എന്നാണ് നമ്മൾ പറയുന്നത്. അടിസ്ഥാനപരമായി പേടിക്കരുത്. ഇന്ത്യ ഇനിയും തുടരണമെന്ന് വിശ്വസിക്കുന്നവരൊന്ന് കൈബന്ധിച്ചേ. ഇന്ത്യക്ക് പുരോഗതി ഉണ്ടാകണമെന്ന് വിശ്വസിക്കുന്നവർ കൈബന്ധിക്ക്. നിങ്ങൾക്ക് ആർക്കുമില്ലേ? ഇന്ത്യ നശിക്കണോ? ശരി, എങ്കിലും കുട്ടി ഉണ്ടാകണോ? ഉണ്ടാണോ? ആദിലയും നൂറയും കെട്ടിപ്പിടിച്ച കുട്ടി ഉണ്ടാവും. എങ്കിലും ഒരു ഇന്ത്യയുടെ പുരോഗതി ആഗ്രഹിക്കുന്നവരാണോ? ഇന്ത്യക്ക് ശാസ്ത്രകാരൻ വേണോ? ആദിലയും നൂറയും 25 കൊല്ലം ജീവിച്ച ശാസ്ത്രകാരൻ ഉണ്ടാവോ? നെഹ്റു ഉണ്ടാവോ? ഒരു കന്യാസ്ത്രീയിലൂടെ നല്ലൊരു കുട്ടി ഉണ്ടാവോ? ഇല്ല. എങ്കിൽ ഏറ്റവും പേടിപ്പിക്കേണ്ട, ഭയപ്പെടുത്തേണ്ട പ്രത്യയശാസ്ത്രം ഏതാ? കന്യകാക എന്നുള്ള പ്രത്യയശാസ്ത്ര. എന്നിട്ട് പോലും നമ്മൾ ആരെങ്കിലും അവർക്കെതിരെ പ്രസംഗിച്ചോ? ഇല്ല. കാരണം അവരും ജീവിക്കട്ടെ ഇന്ത്യയില്. കുട്ടി വേണ്ട. തീരെ ഉടുക്കാത്ത സന്യാസി നമുക്ക് എന്തൊക്കെ പ്രശ്നമുണ്ടോ? ഉടുക്കാത്ത പ്രശ്നമല്ല, പൂർണ്ണമായിട്ട് ഉടുക്കുന്ന പ്രശ്നമാകുക. അതെങ്ങനെ? ചെങ്ങൈമാരെ, നിങ്ങളെ തലച്ചോറിന് ഒന്ന് കൊടുക്ക്. തീരെ തുണി വേണ്ട, അത് കുഴപ്പമില്ല. എന്റെ ബോഡി, എന്റെ തീരുമാനം, എന്റെ ചോയ്സ്. ശരി, അവളെ ബോഡി അവളെ, അത് പറ്റൂല. ഞങ്ങൾക്ക് യുക്തിവാദികൾക്കേ പറ്റും. എന്റെ ശരീരം ഞാൻ തുറക്കും. ചില സ്ത്രീകളുണ്ട്, തുറന്നു കാണിച്ചാലേ ഉദ്ഘാടനം ചെയ്യാൻ പറ്റും. ഓൽക്ക് ഉദ്ഘാടിക്കണേ, ഓല് തുണിയെടുക്കരുത്. അതുപോലെ വിശ്വാസമാണ്. എന്നോ ഒരു കൂട്ടർ തുണി എടുത്തു വന്നാലോ ഇത് പറ്റൂല. അതിന്റെ പേരാണ് തോന്നിയാസം, വർഗീയത. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്നലെ മുതൽ ഞാൻ ന്യൂമോണിയ എന്ന രോഗം പിടിച്ച് ഹോസ്പിറ്റലിന് വന്നതാ. ആരോടും പറഞ്ഞില്ല. എന്താ പറയാത്തെ? എനിക്കിന്നത് പ്രസംഗിക്കണം. ഞാൻ ഇന്ന് പോയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും. എന്നാലും ആ ന്യൂമോണിയ വന്ന് ഞാനോട് മരിച്ചു വീണാലും ഈ സത്യം പറയാൻ എനിക്ക് എത്രയോ കാലത്തിന് ശേഷം ഒരു വേദി കിട്ടുകയാണ്. അതുകൊണ്ട് ഞാൻ പറയാണ്, തലച്ചോറ് പണയപ്പെടുത്തരുത്. സൂര്യൻ അസ്തമിക്കാത്ത സമയം സമയം വരുമ്പോൾ നിന്നെ പറ്റിച്ച. ശരി, മഗ്‌രിബിന് ശേഷം നിസ്കരിച്ചിട്ട് 10 മിനിറ്റ് കൂടി ഞാൻ പ്രസംഗിക്കും ഇൻഷാ അല്ലാഹ്. അതിനുശേഷം ഓക്കെ, ശരി. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരുപാട് സ്നേഹവും ബഹുമാനവുമുള്ള ഈ ബസ് സ്റ്റാൻഡിനും പരിസരത്തും നിൽക്കുന്ന സഹൃദയരെ, ഒരു ദൈവിക ഗ്രന്ഥം ഖുർആൻ ആവർത്തിച്ച് വായിക്കപ്പെടുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ കണ്ടന്റ് മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ തുറകളെയും ബാധിച്ചു നിൽക്കുന്ന ഒരു ഗ്രന്ഥം. വൃദ്ധ സദനങ്ങൾ വർദ്ധിച്ചു വരുന്നൊരു കാലം. അച്ഛനമ്മമാരെ വൃദ്ധസദനങ്ങളിൽ കൊണ്ടുപോയി തള്ളുന്ന കാലം. വിശുദ്ധ ഖുർആൻ ലോകത്തെല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ്. വൃദ്ധസദനങ്ങളിൽ ഏറ്റവും കുറവ് മുസ്ലിങ്ങളിൽ നിന്നുള്ള അച്ഛനമ്മമാരാണ്. ഞാൻ വെറുതെ പറയണല്ല. എന്തുകൊണ്ടായിരിക്കാം? ഇവിടെ എല്ലാ അച്ഛനമ്മമാരും ജീവിക്കുന്നതിനിടയിൽ മുസ്ലിങ്ങൾ താരതമ്യേനെ ബാപ്പാനെയും മാനെയും വൃദ്ധസദനത്തിലാക്കാറില്ല. എന്തുകൊണ്ടായിരിക്കാം? അതാണ് ആ മതം, മദ്രസയെ പഠിപ്പിക്കുന്നതിന്റെ പ്രത്യേകത. ഉൾക്കൊള്ളണം. കാരണം എന്താ? വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ വബിൽ വാലിദൈനി ഇഹ്സാനാ. ഉമ്മ ഉപ്പ അവരോട് ചേ എന്ന് പോലും പറയരുത് എന്നാ. അച്ഛനമ്മമാരോട്, ഉദാഹരണത്തിന് ഒരു കുട്ടി ഇസ്ലാമായി, ആ കുട്ടിയുടെ അമ്മ അച്ഛൻ ഇസ്ലാം ആയില്ല എങ്കിൽ ആ അച്ഛനെ ഉപദ്രവിക്കണോ? ആ അമ്മയെ ഉപദ്രവിക്കണോ?
വസാഹിബുഹുമാ ഫിദ്ദുന്യാ മാറൂഫ എന്ന ഖുർആനിലെ 31-ാം അധ്യായം 15-ാമത്തെ വചനം. അച്ഛനോട് അമ്മയോട് ഏറ്റവും നന്നായി പെരുമാറണം. അമുസ്ലിമായ അമ്മയോട് ഏറ്റവും നന്നായി പെരുമാറണം. വാർദ്ധക്യത്തിലെത്തിയ അച്ഛനമ്മമാരെ ആദരിക്കണം. ഭാരതീയ ദർശനത്തിൽ മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥി ദേവോ ഭവ. ദൈവതുല്യം മാതാവിനെ സ്നേഹിക്കണം. ഇസ്ലാമിൽ സ്നേഹിക്കണമെന്നതിൽ തർക്കമില്ല. മാതാവിന്റെ സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് എന്തെല്ലാം സ്നേഹം നൽകാമോ അത് മുഴുവനും നൽകണം. കാരണം മാതാവ് ദൈവത്തോളം ആവില്ല. അതാണ് ചെറിയൊരു തിരുത്ത്. അപ്പോ ഏറ്റവും നന്നായി ഉമ്മയെ സംരക്ഷിക്കേണ്ട ചുമതല പഠിപ്പിക്കപ്പെട്ടു ഖുർആൻ. ആ ഖുർആനിലാണ് മാനവികതയ്ക്ക് ഉപകാരങ്ങൾ ഒന്നുമില്ല. ഞാൻ ഗ്രന്ഥം വായിച്ചിട്ടുണ്ട്, അതിലൊന്നുമില്ല എന്ന് മൈത്രേയൻ പറയുന്നത്. അപ്പൊ മതനിഷേധി ആരാണ്? മതനിഷേധി. ഖുർആൻ പറയാണ് അനാഥക്ക് സംരക്ഷണം നൽകാത്തവനാണ് മതനിഷേധി. പാവപ്പെട്ടവനെ സഹായിക്കാത്തവനാണ് മതനിഷേധി. അപ്പോ പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കുക മതത്തിന്റെ കാതൽ, അല്ലെങ്കിൽ നരകത്ത് പോകുന്ന ഖുർആൻ പറയുന്നത്. എന്താ നരകത്ത് പോയത്? മാ സലക്കകും ഫീ സഖർ. എന്താടോ നീ നരകത്ത് പോയത്? ഖാലു ലൻ നകു മിനൽ മുസല്ലീൻ വലം നകു നുതഇമുൽ മിസ്കീൻ. പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തില്ല, നിസ്കരിച്ചില്ല. 74-ാം അധ്യായം 39 മുതൽ 44 വരെയുള്ള വചനം. വൈലുൽ ലിൽ മുത്തഫിഫീൻ അല്ലദീന ഇദഖ്താലു അലന്നാസി യസ്തൗഫൂൻ വഇദാ കാലൂഹും അവസനൂഹും യുഖ്സിറൂൻ അലാ യظن ഉലൈക അന്നഹും മബ്ഊസൂൻ ലിയൗമിൻ അദീം യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. 83-ാം അധ്യായം 1-6 വരെയുള്ള വചനം. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുത് കച്ചവടക്കാരെ. ദൈവസന്നിധിയിൽ നിൽക്കും, അതുകൊണ്ടത് പാടില്ല. അയൽവാസി അത്ഭുതമാണ്. അയൽവാസി പട്ടിണി കിടക്കരുത്. എന്റെ വീട് മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്നത് എന്റെ വീടിന്റെ നടയിൽ ഒരു വലിയ മരം. ആ മരത്തിന്റെ ശാഖകൾ അമുസ്ലിമിന്റെ വീട്ടിലേക്ക്, നടയിലേക്ക്. എങ്കിൽ ആ വൃക്ഷം വെക്കരുത്, മുറിക്കണം. കാരണം അയൽവാസിയായവന് ബുദ്ധിമുട്ടാണ്. ഇതാ മതം. റോഡിലൂടെ നടന്നു പോകുമ്പോൾ ബ്ലോക്ക് ഉണ്ടാക്കരുത്. അതുകൊണ്ടാണ് ഞങ്ങൾ നബിദിന റാലിക്കെതിര്. കാരണം പ്രവാചകന്റെ വാചകം ഇമാത്തത്തുല്ലദാ അനിത്വരിക്കി സദഖ എന്നാണ്. നിങ്ങറിയോ? തൊഴിലാളി വർഗത്തിന് വേണ്ടി ശബ്ദിച്ച കാർൽ മാക്സ് ഇസ്ലാം തൊഴിലാളികളെ എങ്ങനെ കാണുന്നു? പ്രവാചകൻ ഒരാൾക്ക് ഹസ്തദാനം ചെയ്തു, അയാളെ കയ്യിൽ പരിക്കൻ കൈ. പ്രവാചകൻ ചോദിച്ചു, രോഗാണോ? ദൂതരെ, മമ്മട്ടി പിടിച്ച കയ്യാണ്, തയമ്പാണ്, ഇത്ര വലിപ്പമുള്ള തയമ്പാണ്. എന്താ മമ്മട്ടി പിടിച്ചതാണ്? പ്രവാചകൻ ആ 2 കൈയും ഉയർത്തി പിടിച്ചു, ആ കൈകളിൽ ചുംബിച്ചു. ദൈവവും ദൂതനും ആദരിക്കുന്ന കൈ എന്നാ. ജോലി കരാറ് വേണമെന്ന് പറഞ്ഞു. ഇന്ന ജോലി ഇത്ര ശമ്പളം, വിയർപ്പ് പറ്റുന്നതിന് മുമ്പ് കൂലി കൊടുക്കണം. ഓവർ ടൈം ജോലി ചെയ്താൽ കൂലി കൂട്ടിക്കൊടുക്കണം. ഭാരിച്ച ജോലി കൊടുത്താൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യണം. എന്നിട്ട് മൈത്രേയൻ പറയാണ്, ഇസ്ലാമിൽ നന്മയായിട്ടൊന്നുമില്ല. അന്ധത ബാധിച്ചത് കണ്ണിനല്ല, ഹൃദയത്തിനാണ്. മൈത്രേയൻ നന്നായി കൂടെ, മരണം ഏത് നിമിഷം വരും. മനുഷ്യനായി 1 മിനിറ്റെങ്കിലും ജീവിച്ചുകൂടെ? ഇസ്ലാമിൽ, ഖുർആനിൽ മാനവിക വിരുദ്ധമായി ഒന്നുമില്ല. അത് ഞാൻ പഠിക്കാൻ എന്താ വായിച്ചൂടെ? എന്റെ വീട്ടിൽ 108 ഉപനിഷത്തുണ്ട്. 108 ഉപനിഷത്ത് ഞാൻ വായിച്ചിട്ടുണ്ട്. ചതുർവേദം വായിച്ചിട്ടുണ്ട്, ശ്രമിച്ചിട്ടുണ്ട്. ലോകത്ത് കിട്ടാവുന്ന ഒട്ടുമിക്ക മതഗ്രന്ഥങ്ങളും വായിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കൊരിക്കലും വെറുപ്പ് തോന്നിയിട്ടില്ല. ദൈവികം എന്ന് ഉറപ്പുള്ള ഖുർആനിൽ മനുഷ്യത്വ വിരുദ്ധമായി ഒന്നുമില്ല. ഇപ്പൊ നിങ്ങൾ നോക്കൂ, സമ്പത്ത് അന്യൻ്റെത് എടുക്കരുത്. ഞാനൊരു 3 മിനിറ്റ് കൊണ്ട് വൈൻഡപ്പ് ചെയ്യും. 3 മിനിറ്റ്. സഹോദര, വാത്തിദിൽ ഖുർബ ഹഖഹു വൽ മിസ്കീൻ, എന്റെ സ്വത്ത് പാവപ്പെട്ടവനുള്ളതാണ്, അതിൽ അവകാശമുണ്ട്. ഔദാര്യമല്ല, അവന്റെ അവകാശ. മട്ടന്നൂർ ടൗണിൽ ഒരു ക്രിസ്ത്യാനി വന്നു കോട്ടയത്ത് നിന്ന്. അയാൾ ആരോ പോക്കറ്റ് അടിച്ചു, അയാളെ കയ്യിലൊന്നുമില്ല. ഇവിടുത്തെ ഹിറാ പള്ളിയിൽ പോയാൽ അയാൾക്ക് പൈസ കൊടുക്കൽ മുസൽമാന് നിർബന്ധം.
ഔദാര്യമല്ല, നിർബന്ധം. ഇസ്ലാം അതാ പഠിപ്പിച്ച്, മാനവികമാണ് പഠിപ്പിച്ച്. എല്ലാ കാര്യവും അങ്ങനെയാണ്. എന്ത് വിഷയം എടുത്തോ അതൊക്കെ അങ്ങനെയാ. ഹലാൽ എന്താ? ഹലാൽ വിവാദം. യാ അയ്യുഹന്നാസ് കുലു മിമ്മാ ഫിൽ അർളി ഹലാലൻ തയ്യിബ. ഹലാലൻ തയ്യിബ. മനുഷ്യ നല്ലത് തിന്നണം, ഹലാലാവണം. എന്താ ഹലാൽ? കൃഷ്ണേട്ടൻ, ആ കൃഷ്ണേട്ടന്റെ വീട്ടിൽ കയറി മുജാഹിദ് ബാലുശ്ശേരി മോഷ്ടിക്കരുത്. ആ പണം ഹലാലല്ല. എനിക്കൊരു ഡ്രസ്സ് വേണം, സുരേഷിന്റെ ടെക്സ്റ്റൈൽസ് കയറി മോഷ്ടിച്ചാൽ അത് ഹലാലല്ല, ഹറാമാണ്. അല്ലാതെ ഇറച്ചി വിവാദമല്ല. അത് വിവരമില്ലായ്മ, അലങ്കാരമാക്കരുത്. എന്റെ ഡ്രസ്സ് ഞാൻ അധ്വാനിച്ചു വാങ്ങിയതാവണം, അപരന്റേതാകരുത്. ഞാൻ കഴിക്കണം ഭക്ഷണം ഞാൻ അധ്വാനിച്ചതാകണം, അന്യന്റെ പിടിച്ചു പറിച്ചതാകരുത്. അതാണ് ഹലാൽ. എന്റെ വീട് ഹലാലാകണം, പലിശയുടേതാകരുത്, ഹറാമിൻ്റെതാകരുത്. അതാണ് ഹലാൽ. വിശാലമാണ്. പോത്തിറച്ചി കെട്ടിച്ചുരുത്തി പറ്റണ്ട, അതല്ലാതെ. ഏത് വിഷയം എടുത്തോ, ജിഹാദ്. ജിഹാദ് എന്ന് പറഞ്ഞാൽ ത്യാഗ. 10 മക്കളെ പഠിപ്പിച്ചൽ ജിഹാദാണ്. പെൺകുട്ടികളെ 3 ആളെ വളർത്തൽ ജിഹാദാണ്. കൊല്ലലല്ല, വളർത്തൽ. വിദ്യാഭ്യാസം നൽകൽ ജിഹാദ്. ഹജ്ജ് പോകൽ സ്ത്രീകൾക്ക് ജിഹാദ്. ജിഹാദ് എന്ന് പറഞ്ഞാൽ കഴുത്തറക്കലല്ല. അത് വിവരമില്ലാത്ത ആരിഫ് ഹുസൈന്റെ വിവരക്കേടാണ്. അതിന് മറുപടി പറയാൻ രാഹുൽ ഈശ്വർ മതി, ഞങ്ങൾ വേണ്ട. മനസ്സിലായോ? അതുകൊണ്ട് എനിക്ക് ഈ നാട്ടുകാരോട് പറയാനുള്ളത്, വിശിഷ്യ സംഘാടകരോട് പറയാനുള്ളത്, നിങ്ങൾ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെ വീട്ടിലും ഖുർആനിന്റെ സന്ദേശം എത്തിക്കണം. ഇമ്മ ഷാക്കിറൻ വ ഇമ്മ കഫൂറ. അവർക്ക് നല്ലവരാകാൻ, ചീത്തയാവാം, നന്ദിയുള്ളവരാവാൻ, കെട്ടവരാവാം. നിർബന്ധമില്ല, ആരെയും നിർബന്ധിക്കില്ല. ഇസ്ലാമിന്റെ സ്ഥാപനം, ഞങ്ങൾക്കുണ്ട് സ്ഥാപനം. അവിടെ ഹിന്ദുക്കുട്ടി പൊട്ടുവട്ടാ വരുന്നത്, കഴുത്ത് കാണിച്ചാ വരുന്നത്, മാറുമറക്കാതെ വരുന്നത്. അതുകൊണ്ട് അവളെ പറഞ്ഞടിക്കാൻ പറ്റും. അവിടെ ഞങ്ങളുടെ കോളേജില്, ഇസ്ലാമിന്റെ കോളേജില്. നേരെ മറിച്ച് ഞങ്ങൾ ചെല്ലുമ്പോ എല്ലാം കഴിച്ചു വെക്കണം. അപ്പൊ ആരാ ഭീകരവാദി, ആരാ തീവ്രവാദി? കന്യാസ്ത്രീക്ക് കന്യകാ വസ്ത്രം ധരിക്കാം, മുസ്ലിമിനോ പാടില്ല. ഭരണഘടന അനുവദിച്ചതാ. എന്നിട്ട് നമ്മളോട് പറയുന്നത് ക്രിസ്ത്യൻ സ്കൂൾ പറയുന്നത് ഭരണഘടന ഗേറ്റിന്റെ പുറത്ത്. ഭരണഘടന തട്ടടാൻ അവകാശം നൽകി ആർട്ടിക്കിൾ 25. ഭരണഘടന ക്രിസ്ത്യൻ സ്കൂളിന്റെ പുറത്ത്. ആരാ ഭീകരവാദി? ഞങ്ങൾ അറിയുന്ന സ്കൂളിന്റെ ഉള്ളിലും ഭരണഘടന, സ്കൂളിന്റെ പുറത്തും ഭരണഘടന. ഒന്നുകൂടി പറയാം, ഭരണഘടന പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്ന ഒറ്റ സമുദായമുള്ളൂ, മുസ്ലിങ്ങൾ. ക്ഷമിക്കണം, ഭരണഘടനാനുസൃതമായ ജീവിതം ഏത് മതം സ്വീകരിക്കാനും ആ മതം പ്രബോധനം ചെയ്യാനും ആ മതം പ്രചരിപ്പിക്കാനും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ഡയലോഗ് ഈ വിഷയത്തിൽ നടക്കുകയാണ്. എന്താണ് മതേതരത്വം, എന്താണ് വിദേശ മതേതരത്വം, ഇതെല്ലാം പഠിച്ച് മനസ്സിലാക്കാൻ ഇതൊരവസരമാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷാഫി സ്വബാഹി എന്നെ തുടർന്ന് പ്രസംഗിക്കുന്നു. നിങ്ങളെല്ലാവരും കേൾക്കണം, എല്ലാവരും. എനിക്ക് ഒരുപാട് പറയാൻ ആഗ്രഹമുണ്ട്, എൻ്റെ സമയം ഇവിടെ അവസാനിക്കുന്നു. 2 കാര്യം. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്. ഭഗവത്ഗീത 2-ാം അധ്യായം 37. അദോവ പ്രാപ്സസി സ്വർഗം. അർജുന, ധർമാധർമ്മ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാൽ സ്വർഗമുണ്ട്. ദഖലൽ ജന്ന, ധർമ്മയുദ്ധത്തിൽ സ്വർഗമുണ്ട് എന്ന് ഖുർആൻ, എന്ന് ഭഗവത്ഗീത. അന്തം തമഹ പ്രവിശന്തിയേ സമ്പുത്യമുപാസദേ തദോബൂയ ഇബദേ യഹു സമ്പുദ്യ അമൃതഹ. ഈശാവാസ്യോപനിഷത്ത്. സൃഷ്ടികളെ ആരാധിച്ചാൽ നരകം. ഈശാവാസ്യോപനിഷത്ത്. പശുവിനെ ആരാധിച്ചാൽ നരകം, പാമ്പിനെ ആരാധിച്ചാൽ നരകം, സൂര്യനെ ആരാധിച്ചാൽ നരകം. വിശുദ്ധ ഖുർആനും അതേ കാര്യം പറഞ്ഞു, ബൈബിളും അതേ കാര്യം പറഞ്ഞു. അതാണ് വിഷയം. ഇത് മനസ്സിലാക്കി ശുദ്ധമായ ഏകദൈവ വിശ്വാസം സ്വീകരിച്ച് ഒരച്ഛൻ്റെ അമ്മയുടെ മക്കളായി, ഏകോദര സഹോദരങ്ങളായി, വ്യത്യസ്ത മതം സ്വീകരിക്കുമ്പോഴും മനുഷ്യരായി, കൊണ്ടും കൊടുത്തും സ്വീകരിച്ചും സ്നേഹിച്ചും, അതെ, ആർദ്രതയും മലിവും അനുകമ്പയും സഹാനുഭൂതിയും സൗഹൃദത്വവും ചിരിച്ചും കളിച്ചും നല്ല മനുഷ്യന്മാരായി, ആർക്കും ഉപദ്രവമില്ലാത്ത സത്യത്തിന് വേണ്ടി നിലകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കാൻ ഈ ഖുർആൻ പ്രചാരണ സമ്മേളനം ഉപകരിക്കുമാറാകട്ടെ എന്ന് ഹൃദയത്തിൽ തട്ടി ആത്മബന്ധിതമായി പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ കേട്ട നിങ്ങൾക്കെല്ലാം അഗൈതവമായ നന്ദി പ്രകാശിപ്പിച്ച്
കാലാവസ്ഥ അനുകൂലമാക്കി തന്ന പ്രപഞ്ചനാഥനെ മുക്തകണ്ഠം സ്തുതിച്ച് ഇനിയും കാണാമെന്ന വിശ്വാസത്തോടെ ഇൻഷാ അല്ലാഹ് ഇതിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.